നമസ്കാരം. 15 മാസത്തെ രക്തച്ചൊരിച്ചിലിനും അശാന്തിക്കും താൽക്കാലിക ആശ്വാസമായാണ് ജനുവരിയിൽ ഗാസയിൽ വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നത്. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെയാണ് കരാർ നിലവിൽ വന്നത്. 3 ഘട്ടങ്ങളായി വെടിനിർത്തൽ നടപ്പാക്കണം എന്നായിരുന്നു കരാർ. ഇതിന്റെ ഭാഗമായി ഇസ്രയേലും ഹമാസും ആദ്യഘട്ടത്തിൽ ബന്ദികളെ കൈമാറുകയും ചെയ്തു. എന്നാൽ ഇന്ന് ലോകം പുലർന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം പുനരാരംഭിക്കുന്നോ എന്ന ആശങ്ക ശക്തമാക്കിക്കൊണ്ടാണ്. വടക്കൻ ഗസ, ഗസ സിറ്റി, തെക്കൻ ഗസയിലെ ദെയ്ർ അൽ ബലാഹ്, റഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ കനത്ത ബോംബിംഗാണ് ഇസ്രായേൽ നടത്തിയത്. ജനവാസ കേന്ദ്രങ്ങൾക്കും ആശുപത്രികൾക്കും നേരെയായിരുന്നു ആക്രമണം. മരിച്ചവരിൽ പരിക്കേറ്റവരിലും ഭൂരിപക്ഷവും സ്ത്രീകളും കുട്ടികളുമാണ്. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നീട്ടുന്നതിനോട് ഹമാസ് വിമുഖത പ്രകടിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു അതിരൂക്ഷമായ ആക്രമണം. ഹമാസ് പ്രവർത്തകരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണം എന്ന് ഇസ്രായേൽ സ്ഥിരീകരിക്കുന്നുമുണ്ട്. ബാക്കി ബന്ദികളെ വിട്ടില്ല എങ്കിൽ ശക്തമായ ആക്രമണം തുടരും എന്നാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ്. വെടിനിർത്തൽ ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണത്തിന്റെ ബാക്കി പത്രം എന്താകും? സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ മോഹൻ വർഗീസ്, വിദേശകാര്യ നിരീക്ഷകൻ, ശ്രീ ഷാബു പ്രസാദ്, വലത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ ജോസ് ലീബ, അദ്ദേഹം ഇസ്രായേലിലെ സംരംഭകൻ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം ഇന്ത്യയിലാണ് ഉള്ളത്. ആദ്യം ഡോക്ടർ മോഹൻ വർഗീസ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനുവരി 19 കരാർ പ്രാബല്യത്തിൽ വരുന്നു. അതിനുശേഷം വെടിയൊച്ച നിലച്ചമട്ടായിരുന്നു. ഇപ്പോഴിതാ ആ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണം എന്ന് തന്നെ പറയാം. 200-ലധികം പേരാണ് കൊല്ലപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെടുകയും ചെയ്യുന്നത്. എന്താണ് ഇസ്രായേൽ ഈ ആക്രമണം കൊണ്ട് ലക്ഷ്യമിടുന്നത്? അഭിലാഷ്, വെടിനിർത്തൽ കരാർ ഏതാണ്ട് പൂർണ്ണമായും പൊളിഞ്ഞു എന്ന് തന്നെ കരുതാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. കഴിഞ്ഞ രാത്രി ഇസ്രായേലി പോർ വിമാനങ്ങളും ഡ്രോണുകളും തീമഴ തന്നെയാണ് ഗാസയുടെ ആകാശത്ത് നിന്നും വർഷിച്ചത്. ഗാസയിലെ തെരഞ്ഞെടുത്ത കേന്ദ്രങ്ങളിൽ ഹമാസിന്റെ അംഗങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണം എന്ന രീതിയിലാണ് ഇസ്രായേലിന്റെ വിശദീകരണം വരുന്നതെങ്കിലും ഇസ്രായേൽ അതിനകത്തൊരു പ്രൊട്ടക്സ്റ്റ് കാണുന്നുണ്ട്. കാരണം 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ എങ്ങും എത്തിയിട്ടില്ല. കഴിഞ്ഞ 12 ദിവസമായി 2ാം ഘട്ട വെടിനിർത്തൽ, നിലവിലുണ്ടാകേണ്ട വെടിനിർത്തൽ ഇപ്പോൾ സംഭവിക്കുന്നില്ല. അതായത് 1ാം ഘട്ടം കഴിയുമ്പോൾ നിയമപരമായി അല്ലെങ്കിൽ ധാരണ പ്രകാരം ഇസ്രായേലിന് ആ വെടിനിർത്തൽ തുടരേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ പുനഃസ്ഥാപിക്കാൻ കഴിയും. ആ ഒരു പ്രായോഗിക സമീപനമാണ് ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് തുടരുന്നത്. അത് മാത്രമല്ല, ഈ ഗാസയുടെ ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഡിഫാക്റ്റോ ഗാസ ചുമതല എന്ന് പറയുന്നത് ഹമാസിന് തന്നെയാണല്ലോ. ഇപ്പോൾ ഹമാസ് വിമുക്ത ഗാസ എന്നത് ഇപ്പോഴും ഇസ്രായേലിന്റെ ഒരു സ്വപ്നമായി തന്നെ അവശേഷിക്കുന്നു. അപ്പം ഗാസയുടെ പ്രതിനിധികളുമായി അമേരിക്കയുടെ പ്രസിഡന്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് കഴിഞ്ഞ ആഴ്ച സംഭാഷണം നടത്തി. അദ്ദേഹം വലിയ രീതിയിലുള്ള പ്രതീക്ഷകളുമായിട്ടാണ് തിരിച്ചു പോയത്. കാരണം ഒരു അമേരിക്കൻ പൗരൻ ഇതിൽ ട്രാപ്ഡാണ്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പൗരത്വമുള്ള ഒരാൾ. അപ്പം ആ ഒരു ചെറുപ്പക്കാരനെ വിട്ടുകിട്ടുക എന്ന കാര്യം പോലും ഗാസയുടെ ഇപ്പോഴത്തെ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇവിടെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും തീർച്ചയായും ഒരു കലിപ്പിന്റെ അനുഭവം ഉണ്ടായി എന്ന് വേണം കരുതാൻ. അങ്ങനെ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഒരു തക്കം പാഴ്ത്ത് നിൽക്കുകയായിരുന്നു. ഒരു കാരണം കണ്ടെത്താൻ ബന്ദിമോചനം വൈകുന്നു, അല്ലെങ്കിൽ ബന്ദിമോചനം 2ാം ഘട്ടം ബന്ദിമോചനം ഉടനടി നടക്കണം എന്ന ഡൊണാൾഡ് ട്രംപിന്റെ അന്ത്യശാസനം ചെവിക്കൊള്ളാൻ ഹമാസിന്റെ നേതൃത്വം തയ്യാറായില്ല. അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒരു അമേരിക്കൻ ബന്ദി മാത്രമാണ് അവശേഷിക്കുന്നതെന്ന് ഓർക്കണം. പിന്നെ യഥാർത്ഥത്തിൽ ബന്ദികളുടെ എണ്ണത്തെക്കുറിച്ചും വലിയ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം 33 ബന്ദികളാണ് ആദ്യ ഘട്ടം റിലീസ് ചെയ്യപ്പെടേണ്ടത്. അവരെല്ലാം റിലീസ് ചെയ്യപ്പെട്ടു. അതിന് പകരമായി 2000-2000-ലധികം പലസ്തീനിയൻ തടവുകാരെയാണ് ഇസ്രായേൽ തിരിച്ചു കൊടുത്തിരിക്കുന്നത്. അതൊരു വശം. അതിനോടൊപ്പം തന്നെ 5 മൃതദേഹങ്ങളും ഇസ്രായേലിന് കൊടുത്തു. പക്ഷേ ഇത് കൊടുത്ത രീതിയെക്കുറിച്ച് വലിയ ആക്ഷേപമാണ് അന്താരാഷ്ട്ര സമൂഹത്തിലും ഇസ്രായേലിനുള്ളിലും ഉയർന്നത്. കാരണം മൃതദേഹങ്ങളെ ഉൾപ്പെടെ പ്രദർശനത്തിന് വെച്ചതിന് ശേഷം കൈമാറുന്ന ഒരു രീതി, അത് മാത്രമല്ല മുഖംമൂടി അണിഞ്ഞ ഹമാസിന്റെ പ്രവർത്തകർ വലിയ ആഹ്ലാദത്തോടു കൂടി തന്നെ ഇത് കൈമാറുന്ന ആ ഒരു അന്തരീക്ഷമൊക്കെ ഇസ്രായേലിന്റെ തീവ്ര റാഡിക്കൽ വലത്ത് വിങ്
അവരാണല്ലോ ബെഞ്ചമിൻ നെതന്യാഹുവിനെ താങ്ങി നിർത്തുന്നത്. അവിടെയൊക്കെ ഒരു പുനർവിചിന്തനം, ഇനി എങ്ങനെ മുന്നോട്ട് പോകാനാവില്ല. അത് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ വിട്ടുകിട്ടേണ്ട 30-ൽ പരം ബന്ദികൾ, അതിൽ എത്ര പേരാണ് ജീവനോട് അവശേഷിക്കുന്നത് എന്നത് വലിയ ചോദ്യചിഹ്നമാണ്. അല്ല 4-5 പേര് മാത്രമേ ഉള്ളൂ എങ്കിൽ എന്തിന് വെറുതെ ബന്ദിമോചനത്തിന് വേണ്ടി വിലപേശണം? നേരിട്ട് ആക്രമിച്ച് ഹമാസിനെ പൂർണ്ണമായി കീഴടക്കരുതോ എന്ന ഒരു ചിന്തയും ഇസ്രയേലിലുണ്ട്. അതുകൊണ്ട് ഇസ്രയേലും അമേരിക്കയും ഇപ്രാവശ്യം ഒരു യോജിച്ച ഒരു പ്രവർത്തനത്തിലൂടെ തന്നെയാണ്. അത് മാത്രമല്ല, ഇതിനെ ഒരു ഞാനതിനെ കാണുന്ന ഒരു കോംപ്രിഹെൻസീവ് പദ്ധതി എന്ന നിലയിലാണ്. കാരണം തെക്ക് ഹൂതികളുടെ കേന്ദ്രങ്ങളിൽ അമേരിക്ക വലിയ തോതിലെ ആക്രമണമാണ് കഴിഞ്ഞ 24 മണിക്കൂറിന് മുൻപ് നടത്തിയത്. അതിനോട് സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് ആ മേഖലയെ മൊത്തമായ ഒരു പാക്കേജായി കണ്ടുകൊണ്ട് മൊത്തത്തിലുള്ള മധ്യധരണാഴിയിലേക്കുള്ള മെഡിറ്ററേനിയൻ സീ വഴിയുള്ള, അല്ലെങ്കിൽ ആ മെഡിറ്ററേനിയൻ സീയിലേക്ക് ചെങ്കടൽ വഴിയുള്ള ഗതാഗതം സുഗമമാക്കുന്നതിന് അവശേഷിക്കുന്ന ഇറാൻ അനുകൂല മിലിഷ്യകളെ പൂർണ്ണമായി എലിമിനേറ്റ് ചെയ്യണം എന്ന ഒരു പദ്ധതി അമേരിക്ക ആൻഡ് ഓൾസോ ഇസ്രായേൽ, അതിന്റെ കൺവെർജൻസ് ആണ് ഇപ്പോൾ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നടത്തിയ ഹൂതികൾക്കെതിരെ നടത്തിയ ആക്രമണവും ഇസ്രായേൽ പുനരാരംഭിച്ച ഈ ആക്രമണം. 200-ലധികം 400-ലധികം ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ കാണുന്ന 400-ൽ പരം പേരാണ് വിവിധ ആശുപത്രികൾ ഡെഡ് ബോഡീസ് ആയിട്ട് എത്തിയത്. അത് മാത്രമല്ല, അതിനേക്കാൾ മരണസംഖ്യ ഉയരും എന്ന നിലയിലാണ്. അപ്പം നിലവിൽ യഥാർത്ഥത്തിൽ ഈ ഇൻഡിപെൻഡന്റ് അസസ്മെന്റ്സ് അനുസരിച്ച് 62,000-ഓളം പേരാണ് ഗാസയിൽ മരണപ്പെട്ടിരിക്കുന്നത്. ഔപചാരിക കണക്കനുസരിച്ച് 48,000-ഓളം പേരാണ്. പക്ഷേ യഥാർത്ഥത്തിൽ 62,000-ഓളം പേരാണ്. 1,12,000 പേര് വലിയ ഗുരുതരമായ പരിക്കുകളേറ്റ്. അപ്പോൾ 1.5 വർഷത്തെ യുദ്ധം കഴിയുമ്പോൾ ഇപ്പോൾ സമാധാനം ഇപ്പോഴും മരീചികയായി നിൽക്കുന്നു എന്നതാണ് അവസാനത്തെ ചിത്രം. റൈറ്റ്. ഇപ്പോൾ ശ്രീ ഷാബു പ്രസാദ് കൂടി ചേരുന്നുണ്ട്. ഷാബു പ്രസാദ്, ഒരു പക്ഷേ അമേരിക്കയുടെ ഇടപെടൽ, പ്രത്യേകിച്ച് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റതിന് ശേഷമുള്ള ട്രംപിന്റെ നയങ്ങൾ, ഈ യുദ്ധം, പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിൽ മറ്റൊന്ന് റഷ്യ-യുക്രൈൻ യുദ്ധമാണ്. ഇതിനൊക്കെ ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാകും, അല്ലെങ്കിൽ സമാധാനത്തിന്റെ പാതയിലേക്ക് ലോകരാജ്യങ്ങൾ തിരികെ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു ഘട്ടമുണ്ട്. ആദ്യത്തെ തന്നെ സമാധാന കരാറിന്റെ ഭാഗമായി നടന്നിട്ടുള്ള ബന്ദികളുടെ കൈമാറ്റം അതിന്റെ സൂചനകളായിരുന്നു. പക്ഷേ ഇപ്പോഴിതാ ആ ആശങ്ക ശക്തിപ്പെടുകയാണ്. യുദ്ധം പുനരാരംഭിക്കുന്നു, അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഇപ്പോൾ ഇസ്രായേലിന്റെ ആക്രമണത്തെ നോക്കിക്കാണേണ്ടത്. ബന്ദികളെ വിട്ടയക്കുന്നതിൽ ഉടൻ തീരുമാനമില്ല എങ്കിൽ ഇനിയും ആക്രമണം തുടരുക തന്നെ തുടരും എന്ന് ബെന്യാമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ സീസ് ഫയർ വന്നപ്പോൾ തന്നെ അത് ഉറപ്പ് തന്നെയായിരുന്നു, ഇത് അധികകാലം ഒന്നും നീണ്ടു നിൽക്കാൻ പോകുന്നില്ല എന്ന് പറയാം. കാര്യം കഴിഞ്ഞ വർഷം ഈ സംഭവം ഉണ്ടായപ്പോൾ 2023 ഒക്ടോബറിൽ ഈ പ്രശ്നമുണ്ടായപ്പോൾ അന്ന് തന്നെ ഇസ്രായേൽ ഒരു ദൃഢനിശ്ചയം എടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഹമാസിനെ ഇല്ലാതാക്കിയിട്ടേ അവരിത് നിർത്തുള്ളൂ. കാര്യം ഇനിയുള്ള കാലം ഭാവിയിലെ ഇസ്രായേൽ ഭീഷണി രഹിതമായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അവർ ഇതുവരെ എടുക്കാത്ത തരത്തിലുള്ള അതികർശനമായ ഒരു തീരുമാനമാണ്. അതിനി ലോകം എന്തു പറയുമെന്നോ, ലോക സമൂഹം എന്ത് കരുതുമെന്നോ, ആരവരെ എങ്ങനെ ചിത്രീകരിക്കുമെന്നോ എന്നതൊന്നും അവരുടെ വിഷയമല്ല. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് അവരുടെ സുരക്ഷയും ആ ഒരു രാഷ്ട്രമെന്നുള്ള നിലയിലുള്ള അവരുടെ സുരക്ഷയും അവരുടെ നിലനിൽപ്പും മാത്രമാണ്. ഇത് അവസാനത്തെ ഇസ്രായേൽ നടത്തുന്ന അവസാനത്തെ യുദ്ധമാണിത് എന്ന ഒരു തീരുമാനത്തിൽ തന്നെയാണ് അവർ കാര്യങ്ങൾ നീക്കിയത്. അതുകൊണ്ട് തന്നെ ഹമാസിനെ മുച്ചൂടും മുടിക്കാതെ അവരിത് നിർത്തില്ല. കാര്യം ഇതിപ്പം തൽക്കാലം ഈ ബന്ദികളെ വിട്ടുകിട്ടാൻ വേണ്ടി ഉള്ള ഒരു ഇന്റർവ്യൂ അറേഞ്ച്മെന്റ് എന്നുള്ളതായിരുന്നു. ഇനിയിപ്പോ ഒരു കാര്യം നോക്കിക്കോളൂ, ഇനി ഈ ബന്ദികൾ പണ്ടൊക്കെ ഇങ്ങനെ ആയിരുന്നില്ല. ഓരോ ഒറ്റ ഇസ്രായേലി ബന്ദിക്ക് പകരമായിട്ട് 1000-ഓളം തടവുകാരെയൊക്കെ വിട്ടുകൊടുത്ത ഒരു ചരിത്രമുണ്ട് ഇസ്രായേലിന്. പക്ഷെ ഈ ബന്ദികൾ കൊല്ലപ്പെട്ടാലും പ്രശ്നമില്ല, ഈ യുദ്ധം ഇവർ അവസാനിപ്പിക്കില്ല. കാര്യം അവരൊരിക്കലും ഹമാസും അടുത്ത കാലത്ത് പറഞ്ഞിരുന്നു, അവർ ഇസ്രായേൽ ഇത്ര രൂക്ഷമായിട്ട് പ്രതികരിക്കും എന്ന് അവരൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നു. ഈ ബന്ദികളെ വെച്ചുള്ള സ്വന്തം പൗരന്മാരെ ബന്ദികളായി പിടിച്ച് അവരെ വെച്ചുള്ള ഒരു കളിയാകുമ്പോൾ ഇസ്രായേൽ വഴങ്ങും എന്ന ഒരു ധാരണയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അവർ ആ പോളിസി അങ്ങോട്ട് മടക്കി പെട്ടിയിൽ അങ്ങോട്ട് മാറ്റി വെച്ചു, എന്നിട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് ഇനി മനുഷ്യത്വരാഹിത്യമോ ഇനി എന്തുമായിക്കോട്ടെ, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അവരുടെ നിലനിൽപ്പും അവരുടെ സുരക്ഷയും തന്നെയാണ് പ്രധാനം.
അതിൻ്റെ അകത്ത് ലോക സമൂഹത്തിൻ്റെ ആരുടെയും ഒപ്പീനിയനോ അവരുടെ വിമർശനമോ ഒന്നും അവരുടെ വിഷയമല്ല. കാര്യം അനുഭവിച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല അഭിലാഷേ, 10,000-2000 വർഷം ഈ ലോകം മുഴുവനും തെണ്ടിത്തിരിഞ്ഞ് നടന്ന് അവഗണിക്കപ്പെട്ടും വംശഹത്യ ചെയ്യപ്പെട്ടും അങ്ങനെ ആ സഹസ്രാബ്ദങ്ങളുടെ സഹനത്തിനൊടുവിൽ നേടിയ ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി അവർ അതിന്റെ ഏത് എക്സ്ട്രീം പൊസിഷനും ഇടും. അതാണ് ഇപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് എന്നത് പ്രധാനമാണ്. അത് ലോക രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒന്നാണ്. ഒരുപക്ഷെ ഇസ്രായേലിന്റെ പ്രവൃത്തികളെ സംബന്ധിച്ച് വിയോജിപ്പുകൾ ഉണ്ടാകാം. അങ്ങനെയെങ്കിൽ തന്നെയും ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അതനുസരിച്ച് ബന്ദികളെ അടക്കം കൈമാറ്റം ചെയ്യുന്നുണ്ട്. അതിന്റെ അനുപാതം എന്നതും നമ്മൾ നേരത്തെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അടുത്ത കരാറിലേക്ക് പോകുമ്പോൾ അതിൽ ഹമാസാണ് വിമുഖത കാണിക്കുന്നത്. അപ്പോൾ ഈ യുദ്ധസമയത്ത് യുദ്ധം ആരംഭിച്ചപ്പോഴും പറയുന്ന ഒന്നാണ്, അപ്രതീക്ഷിതമായി നടത്തിയ ഹമാസിന്റെ ആക്രമണം ആണ് ഇസ്രായേലിനെ ചൊടിപ്പിച്ചത് എന്ന്. അതുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ ഒരു സമാധാന കരാറുമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ ഇസ്രായേൽ എന്ന രാജ്യം കഴിയുന്നത്ര കോംപ്രമൈസ് ചെയ്യുന്നുണ്ട്, ആക്രമണം അവസാനിപ്പിക്കുന്നുണ്ട്. അവരാണ് ആയുധശേഷിയിലടക്കം മുന്നിൽ എന്ന് നമുക്കറിയാം. പക്ഷേ അതിനോട് വിമുഖത കാണിക്കുന്ന ഹമാസ് ഈ ആക്രമണത്തെ ചോദിച്ചു വാങ്ങി എന്ന നിരീക്ഷണം ശക്തമാകുന്നില്ലേ? അതിനെ ആ രീതിയിൽ നമുക്കതിനെ കാണാൻ പറ്റില്ല. കാരണം 2025 ജാനുവരി 19 വെടിനിർത്തൽ കരാർ വന്നത്. ഇതിന്റെ പിന്നിൽ വളരെ നമ്മൾ നിരീക്ഷിച്ചാൽ സാമ്രാജ്യത്വ ശക്തികളുടെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ഇടപെടൽ ഇതിന്റെ പിന്നിലുണ്ട്. ഈ 47-ൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ രൂപം കൊള്ളുമ്പോൾ തന്നെ ബ്രിട്ടൻ ഇന്ത്യയിൽ ചെയ്തതുപോലെ ഡിവൈഡ് ആൻഡ് റൂൾ സിസ്റ്റം കൊണ്ടുവന്നിരുന്നു. ഒരു അറബ് രാജ്യവും ഒരു ജൂതരാജ്യവും എന്ന് പറഞ്ഞ് 47-ൽ തന്നെ വിഭജിച്ചു. അങ്ങനെയാണ് ഇസ്രായേൽ 48-ൽ രൂപം കൊള്ളുന്നത്. ഈ പാലസ്തീൻ വന്നത് തന്നെ നമുക്കറിയാം പിന്നീട് ഒരു ഉടമ്പടിക്ക് ശേഷം 1993-ലാണ്. ഹമാസ് നിലവിൽ വരുന്ന അതിനുശേഷവുമാണ് 2007-ൽ നടന്നത്. അപ്പൊ അന്ന് മുതല് ഹമാസ് എന്ന് പറയുന്ന ശക്തി വെസ്റ്റ് ബാങ്കിലായിട്ട് എന്ന ഏരിയയിലേക്ക് PLO ഒതുങ്ങുകയും പ്രത്യേകം ഗാസയിലെ അധികാരം നേടുകയും ചെയ്തു. അവിടെ ശരിയാണ് ഷാപ്രസാദ് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. അവരുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം, രണ്ടാം ലോകമായുദ്ധം നടന്ന ഹോളോകാസ്റ്റിൽ 60 ലക്ഷം പേരാണ് ജൂതന്മാര് കൊല ചെയ്യപ്പെട്ടത്. അവര് ലോകത്തെല്ലാം ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ചവരാണ്. പക്ഷേ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പിന്നിൽ അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെയും അതുപോലെയുള്ള ചില സാമ്രാജ്യത്വ ശക്തികളുടെ കൈകൾ വളരെ കൂടുതലായിട്ടുണ്ട്. അവരുടെ ഒരു പിൻബലത്തോടുകൂടിയാണ് നടക്കുന്നത്. ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു. അദ്ദേഹം തന്നെ പരസ്യമായിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ ബന്ദികളെയൊക്കെ വിട്ടുകൊടുക്കണം, ഹമാസ് കീഴടങ്ങണം എന്നൊക്കെ രീതിയിൽ അദ്ദേഹം പ്രത്യക്ഷമായിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് അതിന് വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നു. അതാണ് ഇപ്പൊ 2 ദിവസത്തിന് മുമ്പ് കണ്ട ഹൂതികൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആക്രമണം. അപ്പം ഇവരെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് ഇസ്രായേലിനേക്കാൾ ഉപരി സാമ്രാജ്യത്വ ശക്തികളുടെ ഒരു ആവശ്യം കൂടിയാണ്. അത് അമേരിക്ക ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികൾ അതിലേക്ക് പോകുന്നു. അതിലൊക്കെ പ്രത്യേകതയുള്ളത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹം കൊണ്ടുവന്ന വിദേശ നയങ്ങളും അതുപോലെ അദ്ദേഹം കൊണ്ടുവന്ന ടാക്സ് സമ്പ്രദായം, റെസിപ്രോക്കൽ ടാക്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മളെപ്പോലുള്ള ഇന്ത്യയെ പോലുള്ള എല്ലാ രാജ്യങ്ങളെയും അതിരൂക്ഷമായിട്ട് ബാധിക്കുന്നതാണ്. അതായത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളൊക്കെ വളരെ രൂക്ഷമായിട്ട് ബാധിക്കുന്ന ഒരു വിദേശ നയമാണ്. ആ ഒരു വിദേശ നയത്തിന്റെ ഭാഗമായിട്ട് അറബ് രാജ്യങ്ങൾ എന്നും ഒരു ഭീഷണിയായിട്ട് ഇസ്രായേലിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്ത് ഉയർത്തി നിർത്തിയിരിക്കുന്നത് അമേരിക്കയാണ്. ഇസ്രായേൽ എന്ന രാജ്യത്തിന്റെ തനതായ ശക്തിയൊന്നുമല്ല. അവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് 95 ലക്ഷമാണ്. 1 കോടി പോലും ഇല്ല അവിടുത്തെ ജനങ്ങൾ. 95 ലക്ഷം ജനങ്ങളുള്ള ഒരു കൊച്ചു രാജ്യമാണ് അവിടെ. അപ്പൊ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ സഹായങ്ങളും കൊടുത്തു നിർത്തുന്നു. അവരുടെ നിലനിൽപ്പിനും എതിര് പറയുന്നില്ല. കാരണം അവർക്ക് ഈ പറഞ്ഞതുപോലെ പണ്ടൊരിക്കൽ അവരുടെ നേതാവ് തന്നെ പറഞ്ഞാണ്, ഞങ്ങൾക്ക് പോകാൻ മറ്റൊരിടമില്ല, ലോകത്താകെ ഒരു കൊച്ചു രാജ്യമാണ്, അവിടെ മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റൂ, മറ്റെങ്ങോട്ടും അവർക്ക് പോകാൻ പറ്റില്ല, ലോകത്തെല്ലാം അലഞ്ഞു തിരിഞ്ഞു വന്നത് ഒത്തുചേർന്നുണ്ടാക്കിയ ഒരു ചെറിയ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷേ അവരുടെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട് ഒരു പ്രത്യാക്രമണം അവർക്കാകാം. സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ്, അത് എല്ലാ ജീവജാലങ്ങളിലുള്ളതാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരം. പക്ഷെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് ഈ ജനുവരി മാസം 19-ാം തീയതി ഒരു വെടിനിർത്തൽ കരാർ വരികയും ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ഇസ്രായേൽ
ഗാസയ്ക്കെതിരെ ഒരു കടന്നുകയറ്റം നടത്തിയിരിക്കുകയാണ്. അത് അവരുടെ ലക്ഷ്യം ഇത് തന്നെയാണ്. ഷാബ് പ്രസാദ് പറഞ്ഞതുപോലെ പരിപൂർണമായിട്ട് ഗാസയിൽ നിന്നും ഹമാസ് തീവ്രവാദികളെ ഉന്മൂലനം ചെയ്യുക. അത് ഗാസയിൽ നിന്നല്ല, അറബ് ലോകത്തും തന്നെ ഈ ഹമാസ് തീവ്രവാദികളെയും ഹൂതി തീവ്രവാദികളെയും ഒരുമിച്ച് ഉന്മൂലനം ചെയ്യുക. അത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഒരു ജോയിന്റ് വെഞ്ചറാണ്. ഈ പറഞ്ഞ പോലെ ബന്ദികളെ അവർ വിട്ടുകൊടുത്തായിരുന്നെങ്കിലും ഇത് തന്നെ തുടരുമായിരുന്നു. മറ്റൊരു കാര്യം കണ്ടുപിടിക്കും. കാര്യം ഇസ്രായേലിന്റെ ഇവരെ നശിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബന്ദികളെ മൊത്തത്തിൽ വിട്ടുകൊടുത്തായിരുന്നെങ്കിൽ പോലും യാതൊരു തർക്കവുമില്ല, ഇസ്രായേൽ ഈ നടപടി ആരംഭിക്കുമായിരുന്നു. ശരി, ഷാബ് പ്രസാദ് പറഞ്ഞ 2011 ഷാലിദ് എന്ന ഒരു ഇസ്രായേലി പട്ടാളക്കാരന് 1027 വരെ തിരിച്ചു വിട്ടുകൊടുത്തു. ഇപ്പോഴവിടെ ഹമാസിന്റെ ലീഡർ യഹിയാസിൻ സിൽവർ എന്ന് പറയുന്ന ആള് അന്ന് വിട്ടുകൊടുത്ത തീവ്രവാദി കൂട്ടത്തിലുള്ളതാണ്. അപ്പം ഇസ്രായേല് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകത്തില്ല. അതിന്റെ പിന്നിൽ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ വെറും നോക്കുകുത്തിയാണ്. നമുക്കറിയാം അവർക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുന്നു, ചൈനയുടെ തായ്വാൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ അധിനിവേശം. ഒന്നും ചെയ്യാൻ UNO കഴിയുന്നില്ല. കാരണം UNOയ്ക്ക് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഫണ്ട് ചെയ്യണം. ആ ഫണ്ടിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നു. അവരുടെ ഒരു ആജ്ഞാനുപത്തിയായിട്ട് UN നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശമായിട്ട് ഇനിയും ഇങ്ങനെയുള്ള യുദ്ധമുണ്ടാവും. നിരപരാധികൾക്ക് നേരെ ഉണ്ടാവും. ഇവിടെ ഹമാസ് നിരപരാധിയാണെന്ന് ഞാൻ പറയുന്നില്ല. അവർ തെറ്റ് ചെയ്തതിന് ശിക്ഷ അനുഭവിക്കുന്നു. പക്ഷേ വെടിനിർത്തലിന് ശേഷം ഇസ്രായേൽ കാണിച്ചത് അങ്ങേയറ്റത്തെ ഒരു എന്തായാലും പറയട്ടെ, അങ്ങേയറ്റം ഒരു അധിനിവേശം തന്നെ. അവിടെയാണ് എന്റെ സംശയം. അതായത് ഒരു പക്ഷേ താങ്കൾ ഈ സൂചിപ്പിക്കുന്ന പോലെ എന്തായിരുന്നു സാഹചര്യമെങ്കിൽ പോലും ഇതുണ്ടാകാമെന്ന് പറയുമ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അതിനോട് മുഖം തിരിച്ചത് ഹമാസ് തന്നെയല്ലേ? ആണ്. ഹമാസ് മുഖം തിരിച്ചുവെങ്കിൽ പോലും അവരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ആക്രമണമൊന്നും ഉണ്ടായിട്ടില്ല. അവര് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങളൊന്നും നടത്തുന്നില്ല. ഇപ്പോൾ അവിടെയുള്ള ആ ഏരിയയിലുള്ളത് ഹൂതി വിമതര് നടത്തുന്ന ആക്രമണങ്ങൾ മാത്രമാണ്. അതാണ് അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ ഹമാസിന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെയോ മറ്റ് രാജ്യങ്ങൾക്ക് നേരെയോ ആക്രമണമൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷേ സീസ് ഫയറിനോട് അവർ വിമുഖത കാണിച്ചു. അതുപോലെ തന്നെ എഗ്രിമെന്റിൽ നിന്ന് അവർ തീർച്ചയായിട്ടും അത് പിടിക്കപ്പെട്ടവരെ വിട്ടുകൊടുക്കാനുള്ള വിമുഖത കാണിച്ചു. അത് ശരിയാണ്. പക്ഷേ ഏകപക്ഷീയമായിട്ടാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ ഒരു ആക്രമണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ജോസ്ലിബ, ഇവിടെ ഈ യുദ്ധം ആരംഭിച്ച ഘട്ടം മുതൽ അവിടെ നിരവധിയായ മലയാളികൾ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ആശങ്കയുണ്ട്. പക്ഷേ അവിടെയുള്ള മലയാളികൾ നമ്മളെക്കാൾ വലിയ ആത്മവിശ്വാസമാണ് ആ ഘട്ടത്തിലടക്കം പ്രകടിപ്പിച്ചത്. ഒരു പക്ഷേ ഇപ്പോഴും ഇസ്രായേൽ ആക്രമിക്കുമ്പോഴും തിരിച്ച് അത്രമേൽ ശക്തമായ ഒരു ആക്രമണമൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് വേണം മലയാളികളുടെയൊക്കെ പ്രതികരണം, അതായത് ഇസ്രായേലിൽ തുടരുന്ന മലയാളികളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഇവിടെ ഈ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ സമാധാന കരാർ അത് ഏത് നിലയിൽ മുന്നോട്ട് പോയാലും ഹമാസിനെ ഇല്ലാതാക്കുക, അതിന് ലഭിക്കുന്ന ഏതൊരവസരവും ഇസ്രായേൽ ഇനി പ്രയോജനപ്പെടുത്തും. അങ്ങനെ ഒരു നിരീക്ഷണമാണ് ഈ പാനലിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. താങ്കൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആ നിലയിൽ തന്നെ ഇനി ഇസ്രായേൽ മുന്നോട്ട് പോകുമോ? കാരണം ഈ ബെന്യാമിൻ നെതന്യാഹുവിന്റെ പല നിലപാടുകളും ആ രാജ്യത്ത് വലിയ വിയോജിപ്പുകൾ സൃഷ്ടിക്കുന്നുണ്ട്, എതിർപ്പുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പൊതുവെ അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ന് പല സ്ഥലങ്ങളിലും ബെഞ്ചമിൻ നെതന്യാഹുവിനുള്ള സ്ട്രൈക്കുകൾ നടക്കുന്നുണ്ട് ഇസ്രായേലില്. ഇസ്രായേലിലെ മലയാളികൾക്കാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തുടക്കത്തിലെ തന്നെ ഒരു ഭീതിയില്ല. ഇപ്പൊ പല ആളുകൾക്കും ഇങ്ങനെ ഒരു സീസ് ഫയർ മാറി ഹമാസിനെ അറ്റാക്ക് ചെയ്തെന്നുള്ള വിവരം പോലും അറിയാത്ത ഒത്തിരി ആളുകളുണ്ട്. ആരും അതിനൊരു കെയർ ചെയ്യുന്നില്ല ഇസ്രായേൽ പൊതുവെ. ഇസ്രായേലികളായിട്ടുള്ള പലരുമായിട്ട് ഇപ്പൊ ഫോണിൽ സംസാരിച്ച് പലരും ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ആർക്കും അതിനൊരു ഭയമില്ല. ഇനിയൊരു യുദ്ധം തന്നെ വീണ്ടും വന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ച് അതൊരു ജനങ്ങൾക്കൊട്ടും പരിഭ്രാന്തിയില്ല. ഒപ്പം ഈ ഇസ്രായേലിന്റെ നീക്കങ്ങളെ, ഇപ്പോഴത്തെ നീക്കങ്ങളെ എങ്ങനെയാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഹമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ഉന്മൂലനം ചെയ്തതിന് ശേഷമേ ഇനി ഇസ്രായേൽ അടങ്ങുള്ളൂ മനസ്സിലാക്കണം. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പൊ തന്നെ ഇസ്ലാമിക് ഒരു ജിഹാമി പ്രസ് റിപ്പോർട്ടർ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്ക് മുന്നിൽ ഇപ്പൊ വന്നു. അതെല്ലാം ഹമാസിന്റെ. അതേപോലെ ഈ കൃഷിക്കാരോടുകൂടെ ഈ ഇസ്രായേൽ ഈ പലസ്തീനിലുള്ള ഫെൻസിങ്ങിന്റെ അടുത്തേക്ക് പോലും വരരുതെന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. കൃഷിയിടങ്ങളിൽ പോലും ഫെൻസിങ്, അതിന്റെ അടുത്ത് പോലും വരരുത്. സ്കൂളുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഇപ്പം പെട്ടെന്ന് ഷട്ട് ഡൗൺ ചെയ്തു ഉണ്ടായിരുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അതൊക്കെയാണ്. അതായത് ഒരു പക്ഷേ വരും ദിവസങ്ങളിലോ മണിക്കൂറുകളിലോ ഒക്കെ ഇതുപോലുള്ള ആക്രമണങ്ങൾ തുടരാൻ തന്നെയാണ് സാധ്യത. തുടരാനായിട്ട് സാധ്യത വെച്ചാൽ ഇസ്രായേൽ ഈ ഹമാസ് ലീഡേഴ്സ് എവിടെ മീറ്റിംഗ് നടത്തുന്നോ, എനിക്ക് ഇസ്രായേലിലെ സ്പൈസ് ഇവിടെ പലസ്തീനിലും ഗാസയിലും ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇൻഫോർമേഷൻ കിട്ടുമ്പോൾ ആ കറക്റ്റ് സ്പോട്ടിലാണ് മിസൈൽ അറ്റാക്ക് നടത്തുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കം ഹമാസിന്റെ ഭാഗത്തുനിന്ന് മീറ്റിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ ആ സ്ഥലത്തൊരു അറ്റാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം.
യെസ്, അവിടെ ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ജോസ്ലീബ സൂചിപ്പിക്കുന്ന പോലെ ഹമാസ് നേതാക്കളെ ലക്ഷ്യം വെച്ച് തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ഇസ്രായേലിന്റെ പ്രതികരണം. ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുകയും ചെയ്തിരുന്നു. അത് ആക്രമണം പുനരാരംഭിച്ചു എന്ന നിലയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ആക്രമണത്തിന്റെ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിന്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ അവിടെ വടക്കൻ ഗാസയിൽ ആക്രമണം നടന്നു, ഗാസ സിറ്റിയിൽ ആക്രമണം നടത്തുന്നു, മധ്യ ഗസയിൽ ആക്രമണം നടത്തുന്നു, തെക്കൻ ഗസയിലെ ദേർ അൽ ബല മേഖലയിൽ ആക്രമണം നടത്തുന്നു, റഫയിൽ ആക്രമണം നടത്തുന്നു, ഖാൻ യൂനിസിൽ ആക്രമണം നടത്തുന്നു. അപ്പോൾ എല്ലാ മേഖലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം എന്ന് പറയുമ്പോൾ ഇവിടെ ജോസ്ലീബ സൂചിപ്പിക്കുന്ന പോലെ ഈ ഹമാസ് ലീഡേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നു, അവിടെ മാത്രമാണ് ലക്ഷ്യം വെച്ചത് എന്ന് പറയാൻ സാധിക്കുമോ? ഇതിപ്പോൾ ഒരു അതിശക്തമായ ഒരു അടി എന്ന് തന്നെയല്ലേ നമുക്ക് നോക്കിക്കാണേണ്ടത്? അങ്ങനെ തന്നെ നോക്കിക്കാണാൻ സാധിക്കൂ ശ്രീ അഭിലാഷ്. ഇവിടെ ഈ ആക്രമണത്തിൻ്റെ രീതിശാസ്ത്രം ഒന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇസ്രായേലിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് ഗാസയുടെ 365 ചതുരശ്ര കിലോമീറ്ററുള്ള ഗാസയുടെ ഏതാണ്ട് എല്ലാ ഭാഗത്തേക്കും ഏതാണ്ട് വിന്യസിക്കുന്ന ഒരു ആക്രമണം തന്നെയാണ് കാണുന്നത്. എക്സ്ട്രീം നോർത്ത്, അതുപോലെ ഗാസ സിറ്റി, അതും വടക്കാണ്. തെക്കുള്ള ഖാൻ യൂനിസ് പ്രവിശ്യയിൽ ആക്രമണമുണ്ടായി. റാഫ, ഈജിപ്തിനോട് ചേർന്ന റാഫ അതിർത്തി നഗരത്തിൽ ആക്രമണമുണ്ടായി. അത് മാത്രമല്ല റാഫ അതിർത്തിയിൽ, അപ്പോൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് റാഫ അതിർത്തി മേഖല തുറന്നു കൊടുക്കാനുള്ള ഇസ്രായേലിൻ്റെ ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു തീരുമാനം, അങ്ങനെയെങ്കിൽ ഒരു പ്രഷർ കുക്കർ സിറ്റുവേഷൻ ഗാസയ്ക്കുള്ളിൽ സൃഷ്ടിക്കുക വഴി പരമാവധി പേരെ ഈജിപ്തിൻ്റെ സമ്മതമില്ലാതെ തന്നെ, അല്ലെങ്കിൽ ഔപചാരികമായി ഈജിപ്തിൻ്റെ സമ്മതമില്ലാതെ തന്നെ അവർക്ക് കടക്കാവുന്ന ഏക രാജ്യം ഈജിപ്റ്റ് മാത്രമാണ്. അതിർത്തി പങ്കിടുന്ന ഏക രാജ്യം ഈജിപ്റ്റാണ്. ജോർദാനുമായി അതിർത്തിയില്ല. വെസ്റ്റ് ബാങ്കിന് അതിർത്തിയുണ്ട്, പക്ഷേ ഗാസയ്ക്ക് ജോർദാനുമായി അതിർത്തിയില്ല. അപ്പോൾ അമേരിക്കയുടെ ഒരു പദ്ധതി അനുസരിച്ച്, ഡൊണാൾഡ് ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് പകുതി പേരെ ഈ 22 ലക്ഷം അവശേഷിക്കുന്ന ഗാസയിൽ അവശേഷിക്കുന്ന 22 ലക്ഷം പേരിൽ പകുതിയോളം പേരെ ഗാസ ഇവിടെ ജോർദാനിലേക്കും പകുതി പേരെ ഈജിപ്തിലേക്കും ഒക്കെ തൽക്കാലത്തേക്ക് പുനർവിന്യസിച്ചതിന് ശേഷം ഗാസയെ ഒരു റിവീറയാക്കി മാറ്റിയെടുക്കാമെന്നതാണല്ലോ ഒറിജിനൽ പദ്ധതി. അത് കുറച്ചെങ്കിലും മുന്നോട്ട് പോകണമെങ്കിൽ അവിടെ നിന്നും ഈ വലിയ തോതിലുള്ള ജനങ്ങൾ ഒഴിഞ്ഞു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ജീവിതം ദുസ്സഹമാകുന്ന രീതിയിൽ പരമാവധി ഇടങ്ങളിൽ ഒരേ സമയം അറ്റാക്ക് ചെയ്യുക വഴി അവിടെ ഒരു ഫിയർ സൈക്കോസിസ് ജനറേറ്റ് ചെയ്യുകയാണ്. അതാണ് ഒരു ഗെയിം പ്ലാൻ എന്നാണ് നോക്കിക്കാണുന്നത്. രണ്ടാമത്തെ ഒരു ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്, ഇവിടെ ഗാസയുടെ പ്രധാനപ്പെട്ട ഡിഫൻസ് ഫോഴ്സായ ഹമാസ് തുരങ്കങ്ങൾക്കുള്ളിലാണ്. കാരണം നാശനഷ്ടങ്ങൾ ഒരുപാടുണ്ടായി, അവരുടെ ടോപ്പ് ലീഡർഷിപ്പ് മുഴുവൻ എലിമിനേറ്റ് ആയി. പക്ഷേ വലിയ തോതിൽ ഹമാസിൻ്റെ പോരാളികൾ ഇപ്പോഴും അവശേഷിക്കുന്നു. അവരെല്ലാം തന്നെ നെറ്റ്വർക്ക് ഓഫ് തുരങ്കങ്ങളിൽ ആണ്. ആ തുരങ്കങ്ങളിൽ നിന്നും പൂർണ്ണമായി അവർ പുറത്തു വന്നു. വെടിനിർത്തൽ സാധ്യമായപ്പോൾ ജനുവരി മാസം 19-ാം തീയതി മുതൽ ഇപ്പോൾ 2 മാസമായി തുടരുന്ന വെടിനിർത്തൽ, ആ സമയത്ത് ഘട്ടം ഘട്ടമായി പ്രധാനപ്പെട്ട എല്ലാ ഹമാസിൻ്റെ ആളുകളും പുറത്തു വന്നു. ഇപ്പോൾ അവർ ഒരു കാരണവശാലും ഇത്രയും രൂക്ഷമായ ഒരു ആക്രമണം പ്രതീക്ഷിച്ചില്ല എന്നതാണ്. അതുകൊണ്ട് when the enemy is least expecting a strike very hard എന്ന ഒരു നിലപാടിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നു എന്ന് കാണാം. അതിന് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു അനുവാദം വാങ്ങിച്ചിട്ടുണ്ടാവണം. ആ രീതിയിലാണ് കാര്യങ്ങളെല്ലാം. അത് മാത്രമല്ല, ഡൊണാൾഡ് ട്രംപിന്റെ ഹെൽ വിൽ ബ്രേക്ക് ലൂസ് അപ്പോൺ ഗാസ എന്ന നരകവാതിലുകൾ ഗാസയ്ക്ക് മേൽ തുറക്കും എന്ന ഒരു ട്രംപിന്റെ പ്രവചനമുണ്ട്. ഏതാണ്ട് അതേ വാക്കുകൾ കടമെടുത്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ബെഞ്ചമിൻ നെതന്യാഹുവും ബന്ദിമോചനം നീണ്ടുപോയാൽ ഞങ്ങൾ ആ സാഹസത്തിന് മടിക്കില്ല എന്ന ഈ വാക്കുകൾ ചേർത്ത് വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ വരാനിരിക്കുന്നതിൻ്റെ ഒരു ഡ്രസ് റിഹേഴ്സൽ മാത്രമായിരുന്നു നേരത്തെ ഉണ്ടായ ഈ പ്രസ്താവനകൾ. അതാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. ഇവിടെ 2 രാജ്യങ്ങൾ, ഈ 2 രാജ്യങ്ങൾ ഈജിപ്റ്റ് ആൻഡ് സൗദി അറേബ്യ ശക്തരായ അയൽ രാജ്യങ്ങളാണ്, അറബി രാജ്യങ്ങളാണ്. ഈ 2 രാജ്യങ്ങളും ഇസ്രായേലിന്റെ സ്കീം ഓഫ് തിങ്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളുമാണ്. ഈ 2 രാജ്യങ്ങളെ ഈ ആക്രമണ വിവരം മുൻകൂട്ടി അറിയിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇങ്ങനെ വന്നാൽ, അഭയാർത്ഥികൾ വന്നാൽ ഗാസയിൽ നിന്ന് വലിയ തോതിൽ ആളുകൾ പുറത്തേക്ക് പോകണമെങ്കിൽ അത് ഈജിപ്തിലേക്ക് പോകാനൊക്കൂ. അവരുടെ ഭരണകൂടത്തിന്റെ ഒരു മൗനാനുവാദം, പരസ്യമായ അനുവാദമല്ല, മൗനാനുവാദം ഒരുപക്ഷെ വാങ്ങിയെടുത്തിരിക്കാം. അത് മാത്രമല്ല, വളരെ വലിയ സാമ്പത്തിക താല്പര്യങ്ങളാണ് സൗദി അറേബ്യയ്ക്കും ഈജിപ്തിനും ഉള്ളത്. ആ പ്രദേശം കലുഷിതമാകുകയാണെങ്കിൽ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം, പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ ഓയിൽ നീക്കം അട്ടിമറിക്കപ്പെടും.
അത് മാത്രമല്ല ഓയിൽ ലഭ്യത യൂറോപ്പിലേക്ക് ഓയിൽ കൊണ്ടുപോകാൻ സാധിച്ചില്ല എങ്കിൽ വലിയ ഗൾഫ് രാജ്യങ്ങൾക്ക് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് അവർക്ക് പേർഷ്യൻ ഗൾഫ് ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടുന്ന് ഓപ്പൺ സീയിലെത്തി അവിടുന്ന് മെഡിറ്ററേനിയനിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും ചെങ്കടൽ വഴി ബാബൽ മന്ദേബ് എന്ന കടലിടുക്ക് കഴിഞ്ഞ് ഏഡൻ ഉൾക്കടൽ, ബാബൽ മന്ദേബ് എന്ന കടലിടുക്ക്, അതിനുശേഷം ചെങ്കടൽ, അവിടെ വടക്കോട്ട് യാത്ര ചെയ്ത് സൂയസ് കനാൽ കടന്ന് മെഡിറ്ററേനിയൻ കടലിലെത്തി മാത്രമേ യൂറോപ്പിലേക്ക് ചരക്കുകൾ നീങ്ങൂ. ഇപ്പോൾ $9 ബില്യൺ ആണ് ഈജിപ്തിൻ്റെ വരുമാനം, ഒരു വർഷത്തെ ചരക്ക് വരുമാനം. ഈ $9 ബില്യൺ നഷ്ടപ്പെടുകയാണ്. ഇപ്പോൾ $4.5 ബില്യൺ മാത്രമാണ് ഈ രീതിയിൽ കടത്തുകൂലിയായി ലഭിക്കുന്നത്. ഇതെല്ലാം തിരിച്ചു പിടിക്കണമെങ്കിൽ അവിടെ അമേരിക്കൻ സാന്നിധ്യമുണ്ടാകണം, യുദ്ധമുണ്ടാകണം, ഹൂതികളുടെ പവർ അവസാനിപ്പിക്കണം, ആ കൂട്ടത്തിൽ ഹമാസിന്റെ ശക്തി അവസാനിപ്പിക്കണം, ഇറാന്റെ ഇടപെടൽ അവസാനിപ്പിക്കണമെന്ന് രഹസ്യമായിട്ടെങ്കിലും സുന്നി രാജ്യങ്ങളായ സൗദി അറേബ്യയും ഈജിപ്തും എല്ലാം തന്നെ ആഗ്രഹിക്കുന്നു. ഇതെല്ലാം കൺവേർജ് ചെയ്ത് വരുന്ന പോയിന്റിൽ ഈ ആക്രമണം നടന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ശ്രീ ഷാബു പ്രസാദ്, താങ്കൾ സൂചിപ്പിച്ചു, അതായത് ഹമാസിനെ തുരത്തുക ഒരു പക്ഷേ ഇസ്രായേൽ നടത്തുന്ന അവസാനത്തെ ആക്രമണം എന്ന് ഇസ്രായേലിന്റെ ഭരണകൂടം ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകും എന്ന്. ഈ അറബ് രാജ്യങ്ങളടക്കം ഈ വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാടുകളൊക്കെ നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തതാണ്. കാര്യമായ ഇടപെടലുകൾ ഇല്ല എന്ന് പറയുമ്പോൾ ഹമാസ് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഉണ്ടാകും, അത് വീണ്ടും പുനരവതരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഒരു വിഭാഗം ആളുകളെങ്കിലും പ്രതീക്ഷിക്കുന്നത്. അതിനിടയിലായിരുന്നല്ലോ അമേരിക്ക തന്നെ മുന്നോട്ട് വെച്ച ഹമാസ് അല്ലെങ്കിൽ ഹമാസിനെ തുരത്തിയ ശേഷം ഗാസയെ റീബിൽഡ് ചെയ്യും, അതിനെ ഒരു ലാൻഡ് എന്ന നിലയിൽ തന്നെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു നീക്കം നടക്കും എന്നതൊക്കെ അന്ന് വലിയ വിയോജിപ്പുകൾ ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ ഉയർന്നു വന്നതും നമ്മൾ ശ്രദ്ധിച്ചതാണ്. അപ്പോൾ ഈ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഒരു അവസരം കാത്തിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതൊരു അന്ത്യ അവസരമായി തന്നെ ഇസ്രായേൽ പ്രയോജനപ്പെടുത്തും, അത് തുടരുക തന്നെ ചെയ്യും എന്നും കൂടി താങ്കൾ നിരീക്ഷിക്കുന്നുണ്ടോ ഇപ്പോൾ? തീർച്ചയായിട്ടും. നോക്കൂ, ഇവര് ഈ ഇപ്പോഴത്തെ ഈ സീസ് ഫയറിനെ സമ്മതിച്ചത് തന്നെ ഒരു തന്ത്രമാണ്. കാര്യം കഴിഞ്ഞ 1.5 വർഷമായി യുദ്ധം ചെയ്യുന്നു. ഈ ഹമാസ് ഇവന്മാരൊന്നും പുറത്ത് കാണുന്നില്ല. ഇതിൽ ഇവർ എത്ര ബാക്കിയുണ്ട്, ഇവർ ഇനിയും ശക്തിപ്പെട്ടു വരാനുള്ള സാധ്യത എത്രത്തോളം, ഇതിന് ഇവരെ മാളത്തിൽ നിന്ന് പുറത്ത് ചാടിച്ചാലേ പറ്റൂ. അതിനുവേണ്ടി ഇവർ ഒരുക്കിയ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രപരമായ നീക്കമായിരുന്നു ഇസ്രായേലെ ഈ സീസ് ഫയറിന് സമ്മതിച്ചത് തന്നെ. നമുക്ക് കൃത്യമായിട്ട് ആ ചൂണ്ടയിൽ ഇവർ കൊത്തുകയും ചെയ്യും. ആ ഒരു അവസരം കിട്ടി, ഇവർ തോക്കും ഇതൊക്കെ ആയിട്ട് പുറത്തു ചാടി മുഖം മൂടി ധരിച്ച് ഭയങ്കര പ്രകടനം, ആഹ്ലാദ പ്രകടനം, അങ്ങനെ ഇങ്ങനെ ലോകം മുഴുവനും ആഘോഷം ഇവര് കേൾക്കുന്നു. കൃത്യമായിട്ട് ഇവരുടെ കണക്ക് വെക്കും. അപ്പൊ ഇവന്മാർ ഇത് തീരുന്നില്ല. ഇതിനു വേണ്ടിയിട്ട് ഇവർ ചെയ്ത പണിയാണ് സത്യത്തിൽ. അല്ലാതെ ഇപ്പൊ ഈ ബന്ദിമോചനം എന്നത് ഇവരുടെ ഒരു എക്സ്ട്രീം വലിയ പ്രയോറിറ്റി അല്ല. ആ ബന്ദികളുടെ ജീവൻ എന്ന് പറയുന്നത് ഇസ്രായേലിന് ഇപ്പം അതിനേക്കാൾ വലിയ പ്രയോറിറ്റി ഈ ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ആ സംഭവം കഴിഞ്ഞു, കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു. ഇനി ഇവർക്ക് എത്ര ശക്തിയുണ്ട് എന്നുള്ളത് മനസ്സിലായി, അങ്ങോട്ട് അടിക്കുകയാണ്. ഇനി വേറൊരു കാര്യം, നമ്മളിവിടെ പല പ്രാവശ്യം ചർച്ച ചെയ്ത പോലെ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ഹമാസ് ഇവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞു. ഈ എങ്ങനെയാണ് ഈ തീവ്രവാദി സംഘടനകൾ, ഈ ഭീകരവാദ സംഘടനകൾ എക്സിസ്റ്റ് ചെയ്യുന്നത്? അവർക്ക് പുറത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഇവിടെ ഈ ഖത്തർ, അറബ് രാജ്യങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇവരുടെ കയ്യിൽ എങ്ങനെയാണെന്ന് ഈ ആയുധങ്ങൾ വരുന്നത്? ഈ AK-47 ഈ റോക്കറ്റ് ലോഞ്ചറുകളും ഈ അതിൻ്റെ ആമിനേഷനും അതിൻ്റെ മെയിൻ്റനൻസും ഇതൊക്കെ എങ്ങനെ നടക്കുന്നു? അവർക്ക് അതിൻ്റെ എക്സ്പെർട്ട് സോഴ്സിൽ നിന്ന് ആ ഹെൽപ്പ് കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. ആ സോഴ്സുകളെല്ലാം ഇവരടച്ചു. ബലപ്രയോഗത്തിലൂടെ തീവ്രവാദം അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നത് വെറുതെയാണ്. ഇപ്പൊ നമ്മുടെ അയൽ രാജ്യം ഉണ്ടല്ലോ ശ്രീലങ്ക, ഈ ലോകത്തിലെ ഏറ്റവും ശക്തമായ ഭീകരവാദ സംഘടനയായിരുന്നു LTT. ഒന്ന് ആലോചിച്ച് നോക്കണം, എയർഫോഴ്സും നേവിയും വരെയുള്ള ഭീകര സംഘടനയായിരുന്നു LTT അല്ലേ? വേറെ എവിടെയെങ്കിലും ലോകത്ത് ഏതെങ്കിലും ഭീകര സംഘടനയ്ക്ക് എയർഫോഴ്സ് ഉണ്ടോ സ്വന്തമായിട്ട്? നേവി അത്രമാത്രം കരുത്തരായി LTT ഇന്ന് കൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. കൊന്നു കളഞ്ഞതാണ്, കൊന്നു തീർത്തതാണ്. എങ്ങനെ? അതുമല്ല, അവർക്ക് വേണ്ടി ശക്തിപ്പെട്ടു വരാനുള്ള അവരുടെ സപ്ലൈ ലൈൻസ് മുഴുവനും ക്ലോസ് ചെയ്യും, എല്ലാം നഷ്ടപ്പെട്ടു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു തീവ്രവാദ സംഘടനയ്ക്കും നിലനിൽക്കാൻ കഴിയില്ല.
ഇത് ഇവർ വളരെ കൃത്യമായിട്ട് ഖത്തറിനെ അറിയിച്ചിട്ടുണ്ട്. ഖത്തർ ഇവിടുന്നതിന്റെ പെട്ടും കിടക്കെടുത്ത് ഇവിടുന്ന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ അറബി രാജ്യവും ഇവരെ മാനസികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും ഒരൊറ്റ മുസ്ലിം രാജ്യം, ഒരൊറ്റ അറബ് രാജ്യം ഈ വർഗത്തിനെ ആ പരിസരത്തെടുപ്പിക്കില്ല, അങ്ങോട്ട് കയറ്റുകയില്ല. ഇനി ഈ ഖത്തറും കൂടെ ഇവരെ അടിച്ച് പുറത്താക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ഇവരുടെ കാര്യം. ഇപ്പം ഇവർക്ക് വരാനുള്ള ആയുധങ്ങൾ കിട്ടാനുള്ള സാമ്പത്തിക സോഴ്സ് ഇതെല്ലാം പല ഭാഗത്തു നിന്ന് ഇസ്രായേൽ അടച്ചു കഴിഞ്ഞു. ഇസ്രായേലും അമേരിക്കയും കൂടെ അടച്ചു കഴിഞ്ഞു. ഈ ബാക്കിയുള്ളതിനെയും കൂടെ അങ്ങോട്ട് തീർത്തു കഴിഞ്ഞാൽ ഈ ഹമാസ് എന്ന് പറയുന്ന ഈ പേപ്പട്ടി കൂട്ടം എന്നേക്കുമായി അവസാനം. അത് തന്നെയാണ്. അതിനു വേണ്ടി എന്ത് വില കൊടുക്കാനും ഇസ്രായേൽ തയ്യാറാണ്. എന്ത് വില കൊടുത്തും അത് ചെയ്യും. കാര്യം അത് നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഇത് അവസാനത്തെ യുദ്ധമായിരിക്കണം. ഇനി ഒരാക്രമണം, ഇനിയൊരു വെല്ലുവിളി, നിലനിൽപ്പിന് നേരെയുള്ള വെല്ലുവിളി ഇനി താങ്ങാനാവില്ല. ഇസ്രായേലിന് അത് അഫോർഡ് ചെയ്യാൻ കഴിയില്ല എന്ന വളരെ കൃത്യമായ ആ ഒരു തീരുമാനത്തിൽ അവർ എത്തി. അതാണ് അതിന്റെ രസം. യെസ്, എന്തായാലും ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്ന നീക്കം എന്നാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണത്തെക്കുറിച്ച് പലസ്തീന്റെ പ്രതികരണം ഉണ്ടാകുന്നത്. അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, താങ്കൾ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ സൂചിപ്പിച്ചു ഈ ആക്രമണത്തിന് പിന്നിൽ മറ്റ് ശക്തികളുണ്ട് എന്ന് പറയുമ്പോൾ അവിടെയാണ് ഡോക്ടർ മോഹൻ വർഗീസ് ഒരുപക്ഷെ ഈജിപ്റ്റ് അടക്കമുള്ള രാജ്യങ്ങളെ കൃത്യമായി അലർട്ട് ചെയ്തിട്ട് തന്നെയാകാം ഇങ്ങനെ ഒരു ആക്രമണത്തിലേക്ക് കടന്നത് എന്ന് പറയുന്നു. ഏറ്റവും ഒടുവിൽ പലസ്തീന്റെ പ്രതികരണമായി വരുന്നത് ഇത് ബന്ദികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണല്ലോ ഷാബു പ്രസാദ് സാറും സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ശേഷിക്കുന്ന ബന്ദികൾ, അതിന്റെ അനുപാതം എന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ബന്ദികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന ഒരു നിലയിലേക്ക് ഇസ്രായേൽ പോകുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? അല്ല, അതിനോട് എനിക്കൊരു ശക്തമായ വിയോജിപ്പുണ്ട്. കാരണം 1967 ജൂൺ മാസം 5-ാം തീയതി മുതൽ 10-ാം തീയതി വരെ 6 ദിവസം നീണ്ടുനിന്ന ലോകം ഉറ്റുനോക്കിയ ഒരു യുദ്ധമുണ്ട്. ഈ ഇസ്രായേലിനെ ഇല്ലാതാക്കാനായിട്ട് അതിനു ചുറ്റുമുള്ള ഈജിപ്റ്റ്, ജോർദാൻ, സിറിയ, സൗദി, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങൾ സംയുക്തമായിട്ട് ഇസ്രായേലിനെ ആക്രമിച്ചു. പക്ഷേ ആക്രമണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കുകയും ഈ രാജ്യങ്ങളെ മൊത്തം പരാജയപ്പെടുത്തിയത് മാത്രമല്ല, ആ യുദ്ധത്തിലാണ് ഈജിപ്തിന്റെ കൈവശമുണ്ടായിരുന്ന ഗാസ, സിനായ് എന്ന 2 സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുക്കാതെയത്. അതുപോലെ തന്നെ സിറിയയുടെ കയ്യിൽ നിന്ന് ഗോലാൻ കുന്നുകൾ പിടിച്ചെടുത്തു. അപ്പൊ ആ യുദ്ധത്തിൽ ഈജിപ്തിന് ഗാസ നഷ്ടപ്പെടുകയായിരുന്നു, ഈജിപ്തിന്റെ കൈവശമുണ്ടായിരുന്നു. സിറിയയ്ക്ക് ഗോലാൻ കുന്നുകൾ നഷ്ടപ്പെട്ടു. പിന്നീട് ഒരു ഉടമ്പടിയിലൂടെ മാറ്റങ്ങൾ വരുത്തിയെങ്കിൽ പോലും. അപ്പൊ അന്ന് ശക്തമായ ഒരു സമ്പൂർണ്ണ വിജയം നേടുകയും ആ യുദ്ധത്തിന് ശേഷം ഈ അറബ് രാജ്യങ്ങൾ മൊത്തത്തിൽ തക്കം പാർത്ത് ഇറാൻ ഉൾപ്പെടെ എങ്ങനെ ഏത് നിമിഷവും ഇസ്രായേലിനെ ആക്രമിക്കണം, ഇസ്രായേലിന്റെ ഭൂമുഖത്തൊന്ന് ഇല്ലാതാക്കണം എന്ന രീതിയിലാണ് ഇറാൻ ആറ്റം ബോംബ് നിർമ്മാണം തുടങ്ങാൻ തന്നെ കാരണം ഇസ്രായേലിനെതിരെയാണ്. ഇസ്രായേൽ അവരുടെ ആണവ നിലയം തകർക്കുകയും ചെയ്തു. ആ രീതിയിൽ ഒരു ആജന്മ ശത്രുവായിട്ടാണ് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ കാണുന്നത്. പണ്ട് പലപ്പോഴും അവർ ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. നിരവധി യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഇസ്രായേലിന്റെ ഒരു ചരിത്രം തന്നെ അതാണ്. ഏതാണ്ട് BC 1000 കനാൻ പ്രദേശത്ത് എബ്രഹാമിലൂടെ തുടങ്ങി ഡേവിഡിലൂടെ ഇപ്പോൾ വന്ന് ബെന്യാമിൻ നെതന്യാഹുവിൽ വന്ന് നിൽക്കുന്ന ഒരു സാമ്രാജ്യമാണ് അവർക്കുള്ളത്. അപ്പം പല അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനോട് വിയോജിപ്പുണ്ട്. എങ്കിൽ പോലും ഒരിക്കലും ഹമാസിന് അവർക്ക് വേണ്ടത്, ഇവിടെ സവപ്രസ പറഞ്ഞാൽ അവർക്ക് ആരായി സഹായം നൽകുന്നത്? ഹമാസ് എന്ന സംഘടനയ്ക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന സമ്പത്തും ആയുധങ്ങളും അതിന്റെ നിലനിൽപ്പും അവർക്ക് തനതായിട്ട് ഒരു വരുമാനം ഉള്ളവരല്ല ഹമാസ്. ആ വരുമാനം ഇല്ലാത്തവർക്ക് തീർച്ചയായിട്ടും സമ്പത്തും ആയുധങ്ങളും എല്ലാം നൽകുന്നത് മറ്റ് അറബ് രാഷ്ട്രങ്ങൾ തന്നെയാണ്. പക്ഷെ അവർക്ക് രഹസ്യമായിട്ട് ഒരു അജണ്ടയും പരസ്യമായിട്ട് മറ്റൊരു അജണ്ടയുമാണ്. രഹസ്യമായിട്ട് അവർ ഹമാസിനെ സഹായിക്കുന്നുണ്ട്. കാര്യം യൂറോപ്യൻ രാജ്യങ്ങൾ ഹമാസിനെ സഹായിക്കില്ല, അമേരിക്കൻ രാജ്യങ്ങൾ ഹമാസിനെ സഹായിക്കില്ല, ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഹമാസിനെ സഹായിക്കില്ല. അപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അവർക്ക് ചുറ്റുമുള്ള അറബ് രാജ്യങ്ങൾ തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാവിധ ശക്തിയും അവർക്ക് നൽകിക്കൊടുക്കുന്നു. അതുപോലെ ഹിസ്ബുള്ള, ഹൂത്തി വിമതര് അവരൊക്കെ ഇവരോട് യോജിച്ച് അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്. അപ്പൊ ഇവരൊക്കെ തമ്മിൽ പരസ്പരമായിട്ട് ഒരു ലിങ്ക് അതിന്റെ പിന്നിലുണ്ട്. അപ്പൊ യുദ്ധത്തെ ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്നുള്ളത് അറബ് രാജ്യങ്ങളുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഉണ്ടായ സംഭവത്തിന്റെ ഒരു പ്രത്യേകതയോടുണ്ട്. കാരണം ഇസ്രായേല് ഈ അറബ് രാജ്യങ്ങളുമായിട്ട് കൂടുതൽ ചങ്ങാത്തത്തിലേക്ക് വരികയും അത് ഹമാസിന്റെ നിലനിൽപ്പിന് ചോദ്യം ചെയ്യുമെന്ന ഒരു രീതിയുമാണ് ഇപ്പോൾ ഈ തട്ടിക്കൊണ്ടുപോക്കും ആ സമാധാന ശ്രമം ഇല്ലാതാക്കാൻ
ഹമാസ് ബുദ്ധിപരമായി നടത്തിയ ഒരു നീക്കമാണ് ഇസ്രായേൽ കടന്നു കയറി ഇസ്രായേൽ ജനങ്ങളെ ബന്ദികളാക്കിയത്. കാരണം അവിടെ നമുക്കറിയാം ഇസ്രായേൽ അതിനു മുമ്പുണ്ടായിരുന്ന ഇസ്രായേൽ പലസ്തീൻ സംഘർഷം അവസാനിക്കുന്നു, ഇസ്രായേലും ഇറാനുമായിട്ടുള്ള സംഘർഷത്തിന് അയവ് വരുന്നു, മറ്റ് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള സംഘർഷത്തിന് അയവ് വരുന്നു. ആ അയവ് വന്ന് അത് പാരമ്യത്തിലെത്തിയാൽ അത് ഹമാസിന് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഹമാസ് അതിക്രമിച്ച് ഇസ്രായേലിന്റെ അതിർത്തി കയറുകയും ഇസ്രായേലുകാരെ ബന്ദികളാക്കിയത്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചുവെങ്കിൽ പോലും ഇസ്രായേലിന്റെ ലക്ഷ്യം ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹമാസിനെയും ഹിസ്ബുള്ളയും ഇവരെ എല്ലാ ഹൂതികളെയൊക്കെ പരിപൂർണമായിട്ട് ഇല്ലാതാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കൻ രാജ്യങ്ങളും നിൽക്കുന്നു. അത് ഈ പറഞ്ഞതുപോലെ എണ്ണ കടത്തും മറ്റ് വ്യവസായവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കടൽ വഴിയുള്ള കടത്തുകൾ എല്ലാത്തിനകത്തും ഈ ഹൂതി വിമതരും ഹിസ്ബുള്ള വിമതരും ഒക്കെ നിരന്തരമായിട്ട് അമേരിക്കൻ കപ്പലുകൾക്കെതിരെയും മറ്റ് കപ്പലുകൾക്കെതിരെ യൂറോപ്യൻ കപ്പലുകൾക്കെതിരെ എല്ലാവരും നിരന്തരമായിട്ട് അവർ ആയുധ പ്രയോഗം നടത്തുകയും കപ്പലുകൾ പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ വാണിജ്യപരമായ കാര്യങ്ങൾക്ക് വളരെ കൂടുതൽ ദോഷകരമായിട്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പലപ്പോഴും അത് ഭീഷണി നേരിടുന്ന ഒരു കാര്യമാണത്. പക്ഷെ എന്തു തന്നെ ആയിരുന്നാലും ഇപ്പോഴത്തെ ഉള്ള ഈ കടന്നുകയറ്റം, ഇപ്പോഴുള്ള ഈ വെടിനിർത്തൽ, ഇസ്രായേൽ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇത് എല്ലാ ഹോസ്റ്റേജിനെയും വിട്ടുകൊടുത്തിരുന്നെങ്കിലും അവരിത് ചെയ്യുമായിരുന്നു. അവരുടെ ആത്യന്തിക ലക്ഷ്യം ഇന്ന് ഹമാസ് ആണെങ്കിൽ നാളെ അത് ഈജിപ്റ്റോ അല്ലെങ്കിൽ ഇറാനോ മറ്റു രാജ്യങ്ങളും ഒക്കെ ആയിട്ട് മാറാം. അവരുടെ ഏറ്റവും പ്രഖ്യാപിത ശത്രു എന്ന് പറയുന്നത് ഇറാനും കൂടെയാണ്. ഇറാനെ ഒരു പ്രകോപനമില്ലാതെ ഇറാന്റെ ആണവ നിലയം തകർത്തവരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. കാര്യം അവർ ആറ്റം ബോംബ് കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും അത് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കുമെന്ന് പരിപൂർണ ബോധ്യം ഇസ്രായേലിനുണ്ട്. അപ്പോൾ ആണവ നിലയം തന്നെ അവരൊക്കെ തകർത്തു. പിന്നെ തീവ്രവാദികളെ, എല്ലാ തീവ്രവാദ സംഘടനകളെയും നമുക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം അമേരിക്ക ഉൾപ്പെടെ ശക്തമായി ശ്രമിച്ചതാണ് താലിബാൻ തീവ്രവാദികളെ ഇല്ലാതാക്കാൻ അഫ്ഗാനിസ്ഥാനിൽ. ഇപ്പൊ ആരവിടെ ഭരിക്കുന്നത്? ഇപ്പൊ താലിബാനാണ് ഭരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ അമേരിക്കൻ പട്ടാളത്തിന് തിരിച്ചു പോകേണ്ടി വന്നു. തിരിച്ചു പോയിട്ട് വന്നു. അവിടെ താലിബാൻ വീണ്ടും അധികാരത്തിൽ വന്നു. താലിബാനെ ഇല്ലാതാക്കാൻ ആയിരക്കണക്കിന് കോടി രൂപ അമേരിക്ക ചെലവാക്കി, അമേരിക്കയുടെ പണവും ചെലവായതാണ്. പക്ഷെ അമേരിക്കയ്ക്ക് അവസാനം പോകേണ്ടി വന്നു. അപ്പൊ എല്ലാ ചില തീവ്രവാദികൾ ശരിയാണ്, ഇല്ലാതാക്കാൻ പറ്റും. പക്ഷെ പരിപൂർണമായിട്ട് പല തീവ്രവാദ സംഘടനകളെയും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. IS, അത് നമുക്കറിയാം, അൽ-ഖ്വയ്ദയുടെ പ്രവർത്തനം, ബിൻ ലാദന്റെ പ്രവർത്തനം, അദ്ദേഹത്തിന് കൊലയപ്പെട്ടെങ്കിലും ഇപ്പോഴും ആ തീവ്രവാദ സംഘടനയുടെ പ്രവർത്തനങ്ങളുണ്ട്, IS-ന്റെ പ്രവർത്തനങ്ങളുണ്ട്. അതുപോലെ നിരവധി തീവ്രവാദ സംഘടനകൾ പേര് മാറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഇവരെയൊക്കെ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് കൊണ്ടുവന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതായിരിക്കണം ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം. പരിപൂർണമായിട്ട് എല്ലാവരെയും ഒന്ന് ഉന്മൂലനം ചെയ്തുകൊണ്ട് പരിപൂർണമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പക്ഷേ താങ്കൾ പറയുന്നത് പോലുള്ള ഒരു സമാധാന നീക്കങ്ങളോട് മുഖം തിരിക്കുകയല്ലേ പലപ്പോഴും ഹമാസ് അടക്കം ചെയ്യാറുള്ളത്? തീർച്ചയായിട്ടുമാണ്, അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. കാര്യം അവരുടെ ലക്ഷ്യം അവരുടെ എന്നല്ല, എല്ലാ തീവ്രവാദ സംഘടനകളുടെ ലക്ഷ്യം അവരാരും സമാധാനം കാക്ഷിക്കുന്നില്ല. അവർക്ക് യുദ്ധമാണ്. കാര്യം യുദ്ധം ഉണ്ടായെങ്കിൽ അവരുടെ അണികളെ പിടിച്ചു നിർത്താൻ പറ്റും. അവർക്ക് രണ്ട് രാജ്യങ്ങൾ തമ്മിലോ രണ്ട് പ്രവിശ്യകൾ തമ്മിലോ രണ്ട് ദേശങ്ങൾ തമ്മിലോ എപ്പോഴും സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കണം. സമാധാനം നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീവ്രവാദ സംഘടന ഇല്ലല്ലോ. അപ്പൊ തീവ്രവാദ സംഘടനകളെ അല്ലെങ്കിൽ വിപ്ലവ സംഘടനകളുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം ഇല്ലാതാക്കുക. അതിന്റെ ഫലമാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിൽ അതിക്രമിച്ച് കയറി ഇസ്രായേലുകളെ ബന്ദികളാക്കിയത്. ഇസ്രായേലും ഞാനീ പറഞ്ഞ ഈജിപ്ത് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇസ്രായേൽ സമാധാന സന്ധിയിലേക്ക് നീങ്ങുന്നു. അത് ഹമാസിന്റെ നിലനിൽപ്പിനെ ബാധിക്കും. അപ്പോൾ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ രാജ്യങ്ങൾ തമ്മിൽ സംഘർഷം ഉണ്ടാകണം. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടായെങ്കിൽ മാത്രമേ IS ഉൾപ്പെടെയുള്ള ഭീകരവാദികൾക്ക് നിലനിൽക്കാൻ പറ്റൂ. ആ സംഘർഷം മുതലെടുത്താണ് IS ആയാലും അൽ-ഖ്വയ്ദ ആയാലും ഇങ്ങനെയുള്ള തീവ്രവാദ സംഘടനകൾ നിലനിൽക്കുന്നത്. അപ്പൊ രാജ്യങ്ങൾ തമ്മിൽ സമാധാനം ഒരിക്കലും ഒരു തീവ്രവാദ സംഘടനയും ആഗ്രഹിക്കുന്നില്ല. അവരുടെ നിലനിൽപ്പിന് സമാധാനമല്ല വേണ്ടത്, അക്രമമാണ് അവർക്ക് വേണ്ടത്. തീർച്ചയായും. ഡോക്ടർ മോഹൻ വർഗീസ്, ഇവിടെ ഈ യുദ്ധം ആരംഭിച്ച കാലഘട്ടം നമുക്കറിയാം. അതിനുശേഷം എത്രയോ മാസങ്ങൾ കടന്നുപോയിരിക്കുന്നു. ഇതിനിടയിൽ ഒന്നും ഹമാസിനെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട്, പലസ്തീനെ പിന്തുണച്ചുകൊണ്ടൊന്നും അറബ് രാജ്യങ്ങൾ വന്നില്ല എന്ന് പറയുമ്പോഴും അഡ്വക്കേറ്റ് ബലദേവ് ചരിത്രം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ 7 ദിവസത്തെ പോരാട്ടം, അതിലൂടെയാണല്ലോ അവർ കരുത്തറിയിച്ചതും ഈ സൂചിപ്പിച്ചതുപോലെ ഗസയടക്കം പിടിച്ചെടുത്തതുമായ ഒരു സാഹചര്യം. പക്ഷേ അന്നത്തെ ആ ഒരു പശ്ചാത്തലം, അതിലൊരു കാര്യം വ്യക്തമാണ്, ഹമാസ് എന്ന സംഘടനയ്ക്ക് ഈ ആയുധശേഖരവും പണവും എല്ലാം ലഭിക്കുന്നുണ്ട് എങ്കിൽ അതിന് പിന്നിൽ ഉള്ളത് ഇതേ ശക്തികൾ തന്നെ ആയിരിക്കും എന്നുള്ളത്. അതിനപ്പുറത്തൊരു ശക്തിയിൽ നിന്ന് ഈ ആയുധ ശേഖരമോ കരുത്തോ ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല. എങ്കിൽ പോലും അന്നത്തേതിന് സമാനമായ ഒരു നിലപാടുമായി ഇനി അറബ് രാജ്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ തുടരുന്ന ഈ നിശബ്ദതയ്ക്കപ്പുറത്തേക്ക് ഇനി എന്തെങ്കിലും സാധ്യമാകുമോ? ശ്രീ അഭിലാഷ്,
അറബി രാജ്യങ്ങൾ വളരെ പ്രായോഗികമായി ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളിൽ ആ പ്രായോഗികത ഇല്ലാത്ത അല്ലെങ്കിൽ ഏകോപനമില്ലാത്ത ഇസ്രയേലിനെതിരെയുള്ള ആക്രമണത്തിന് വേണ്ടി ആകാശത്തേക്ക് വെടിവെച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പരസ്പരം നിൽക്കുക എന്നതല്ല, മറിച്ച് പരസ്പര ഏകോപനത്തോടുകൂടി ഈജിപ്തിനോ സിറിയയ്ക്കോ പിന്നെ അതുപോലെ കിഴക്കുള്ള മറ്റ് ഇറാഖ്, ജോർദാൻ, ലെബനൻ ഇതെല്ലാമാണല്ലോ, സൗദി അറേബ്യ, ഈ രാജ്യങ്ങളാണല്ലോ ഇസ്രായേലിനെതിരെ ഒരുമിച്ച് കൈകോർത്ത് നിന്നത് ചരിത്രപരമായി. പക്ഷേ ഇവർക്കെല്ലാം ഇന്ന് പ്രധാനം വാണിജ്യ താല്പര്യങ്ങളാണ്. ഇപ്പോൾ അവരുടെ എല്ലാം ഇക്കോണമി ഓയിൽ ഇക്കോണമിയാണ്, അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളാണ്. ഓയിലിനും അതീതമായി ഹൈഡ്രോ കാർബൺ റിസർവ്സ് തീർന്നു കഴിഞ്ഞാൽ പിന്നീട് എന്ത് എന്നതിനെക്കുറിച്ച് പോലും സൗദി അറേബ്യ ഉൾപ്പെടെ ചിന്തിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് സൗദി അറേബ്യയൊക്കെ വലിയ രീതിയിൽ നവീകരണത്തിന്റെ പാതയിലാണ്. ഒരു പഴയ ഒരു വഹാബി ഇസ്ലാം എന്നുള്ള രീതിയിലും അല്ലെ സങ്കുചിത രീതിയിലും ഒന്നും അല്ല സൗദി ഇപ്പോൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്. പുതിയ ഒരു ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ പുരോഗമനവാദിയായ ഒരാളാണ്. അവർക്ക് ബിസിനസിന്റെ ഭാഷ, അതായത് ട്രംപിന്റെ ഭാഷ തന്നെയാണ് ഇവർക്കും, മറ്റൊരു രീതിയിലാണത് ആർട്ടിക്കുലേറ്റ് ചെയ്യുന്നതെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇസ്രയേലുമായി സഹവസിക്കാൻ മാനസികമായി ഏതാണ്ട് എല്ലാ അയൽ രാജ്യങ്ങളും, അതിൽ സിറിയ മാത്രമാണ് സ്വല്പം, സിറിയയും പിന്നെ ഇറാഖും ഒക്കെയാണ് സ്വല്പമെങ്കിലും മാറി നിന്നത്. ഈജിപ്റ്റൊക്കെ പണ്ട് തന്നെ 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് മുതൽ തന്നെ ഈജിപ്റ്റ് ഇസ്രയേലുമായി നല്ല ബന്ധത്തിൽ തന്നെയാണ്, ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും. ഇപ്പം ഈജിപ്റ്റ് കൊണ്ടുവരുന്ന ഗാസയുടെ പുനരുദ്ധാന പദ്ധതി തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഐ വാഷാണ്. പൂർണ്ണമായ അർത്ഥത്തിലല്ല, അതിനകത്ത് ആർജവം തോന്നാം. കാരണം $56 ബില്യൺ ഗാസയിലേക്ക് പമ്പിൻ ചെയ്യുന്നു. എന്നിട്ട് ആഗോള ഡോണേഴ്സിന്റെ സഹായം പ്രതീക്ഷിക്കുന്നു. അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് ഡൊണാൾഡ് ട്രംപിന്റെ റിവിയറ പദ്ധതിക്ക് ബദലായി ഗാസയെ പുനഃസൃഷ്ടിക്കുന്നു. ഗാസയിലെ ജനങ്ങളെ അവിടുന്ന് ഒഴിച്ചു മാറ്റാതെ തന്നെ ഗാസയെ ഒരു മാതൃകാ രാജ്യമായി മാറ്റിയെടുക്കുന്നു, അല്ലെങ്കിൽ മാതൃകാ പ്രദേശമായി മാറ്റിയെടുക്കുന്നു. കേൾക്കുമ്പോൾ എല്ലാം കൊള്ളാം, പക്ഷേ പ്രവൃത്തിയിലേക്ക് വരുമ്പോൾ ആണ് ബോട്ടിൽ നെക്സ് ഉണ്ടാവുക. അതുകൊണ്ട് ഇത് തന്നെ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അറബി പദ്ധതി ഇതാ നിലവിൽ വരാൻ പോകുന്നു. ട്രംപിന്റെ പദ്ധതി ചവിറ്റുകോട്ടയിൽ എത്തിക്കഴിഞ്ഞു. ഒരു കാലത്തും ഗാസയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ പറ്റില്ല. അവിടെ ഇങ്ങനെ ഈ പറയുന്ന പോലെ സ്വപ്ന നഗരം അല്ലെങ്കിൽ ഒരു സ്വപ്ന നൗകകളൊക്കെ ഇങ്ങനെ പറന്നു നടക്കുന്ന പർദീസയാക്കി മാറ്റാനാവില്ല. ഇത് രണ്ടും ഇപ്പം ഈ രണ്ടിൻ്റെ മധ്യത്തിലാണ് യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. നേരത്തെ ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ തീവ്രവാദം എന്ന് പറയുന്നത് ഒരു ആശയമാണ്. ഇതെല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന അവരുടെ മാർഗങ്ങളെ ഒരിക്കലും അംഗീകരിക്കാനാവില്ല. പക്ഷേ ഹമാസ് എന്ന് പറയുന്നത് ഒരു തീവ്ര സംഘടന മാത്രമല്ല, ഹമാസ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ആശയമുണ്ട്. ആ ആശയം ഇന്ന് ഉള്ളത് ഹമാസിന്റെ അണികൾക്കും അല്ലെങ്കിൽ ഗാസയിലെ ആളുകൾക്ക് മാത്രമാണ്. അവരുടെ രാജ്യം എന്ന ഒരു വിശാല അർത്ഥത്തിൽ തങ്ങളുടെ സഹോദരന്മാരായ അറബികൾ തന്നെയാണല്ലോ ഈ ഗാസയിലെ ആളുകൾ എന്ന ചിന്ത അറബി രാജ്യങ്ങൾക്ക് ഇന്നില്ല, പ്രത്യേകിച്ച് സുന്നി മുസ്ലിം അറബി രാജ്യങ്ങൾക്കില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് വരുന്നു. GCC സമ്മേളനങ്ങൾ കൂടുന്നു, അറബ് ലീഗിന് സമ്മേളനം കൂടുന്നു, വലിയ പ്രസ്താവനകൾ നടത്തുന്നു. അപ്പം ഹമാസിനെ അനുകൂലിക്കുന്ന രീതിയിലും ഇസ്രയേലിനെ പിന്നെ തച്ചുടയ്ക്കുമെന്ന രീതിയിലും പ്രസ്താവന നടത്തുന്നതിന് ഉപരിയായി ഒരൊറ്റ മിസൈൽ പോലും ഒരൊറ്റ അറബി രാജ്യത്തിൽ നിന്നും ഈ ഇസ്രയേലിന്റെ മണ്ണിൽ പതിച്ചിട്ടില്ല. അത് വന്നത് അറബി ലോകത്തിന് എതിരെ നിൽക്കുന്ന അല്ലെങ്കിൽ സുന്നി അറബി ലോകങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ഷിയ രാജ്യമായ ഇറാന്റെ ഭാഗത്താണ്. അപ്പം രക്തബന്ധവും അല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം പാലസ്തീൻ ഐക്യദാർഢ്യം എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവാണ്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അറബ് രാജ്യങ്ങൾ ഇപ്പോൾ തീർത്തും പ്രായോഗികമായി നിൽക്കത്തുള്ളൂ. ആത്യന്തികമായി ഇസ്രയേലിനെതിരെ അവർ തിരിയാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അവസാനം നഷ്ടം പലസ്തീനിയൻസിനും ഗാസയിലെ ജനങ്ങൾക്കും മാത്രമായിരിക്കുമെന്നാണ് എൻ്റെ ടേക്ക്. ജോസ്ലിബ, ഇവിടെ ഈ സൂചിപ്പിക്കുന്ന പോലെ ഒരു ചരിത്രം നമുക്ക് മുന്നിൽ ഉള്ളതാണ്. എങ്കിൽ പോലും കാലം മാറുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇസ്രായേലിന്റെ പ്രത്യേകത നമുക്കറിയാം, അതൊരു ജൂതരാജ്യം ആണ്. ഏറ്റവും പഴയ മതം ആണത്, മതങ്ങളിൽ ഒന്നാണത്. ആ വിഭാഗം അവിടെ മാത്രം, നേരത്തെ അവിടുത്തെ ജനസംഖ്യയൊക്കെ ചർച്ച ചെയ്തതാണ്. പലപ്പോഴായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തതുകൊണ്ട് പ്രേക്ഷകർക്കും ഒരു പരിധിവരെയൊക്കെ അറിയാം. ആ ഒരു കുഞ്ഞൻ രാജ്യം ഒറ്റപ്പെട്ടു നിൽക്കുന്ന രാജ്യമാണ്. അയൽ രാജ്യങ്ങളുമായുള്ള സൗഹൃദം പോലും ഭയത്തോടുകൂടി മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ. കാരണം മറ്റ് രാജ്യങ്ങളുടെയൊക്കെ മത സാമുദായിക ഇക്വേഷൻസ് ഒക്കെ മറ്റൊന്നാണ്. അപ്പോഴും ആ രാജ്യത്തോട് നേരിട്ട് പൊരുതാനൊന്നും ഇവരാരും തയ്യാറാകുന്നുമില്ല. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷവും അത് തന്നെയാണ് സാഹചര്യം. യുദ്ധം കടുപ്പിക്കുമ്പോഴും ഇസ്രായേൽ അതേ ആത്മവിശ്വാസം പുലർത്തുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും
നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം, ഈ ദുബായിൽ നിന്ന് എമിറേറ്റ്സ് ഫ്ലൈറ്റ്സ്, ഇത്തിഹാദ് അല്ലെങ്കിൽ ഫ്ലൈ ദുബായ്, എല്ലാ ഫ്ലൈറ്റ്സും ഇപ്പോഴും ഫ്ലൈ ചെയ്യുന്നുണ്ട്. ബഹ്റൈനിൽ നിന്നുള്ള ഫ്ലൈറ്റ് മാത്രമേ നിർത്തിയുള്ളൂ. ബാക്കി ഇപ്പോഴും അറബ്സ് ആയിട്ടുള്ള ഗൾഫ് രാജ്യങ്ങളിലുള്ള ആളുകൾ ഇസ്രായേലിൽ വന്നു പോകുന്നുണ്ട്. അതിന് യാതൊരു തടസ്സവും ഇല്ല. ഹമാസിനെ നമുക്കറിയാം, ഹമാസ് പൂർണ്ണമായിട്ടും നിർവീര്യമാക്കാൻ പറ്റുമെന്നുള്ളത് അറിയില്ല. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചുപോയി, വളർന്നു വരുന്ന മക്കളുണ്ട്. അതുകൊണ്ട് ഇത് എന്നും ഇങ്ങനെ തുടർന്നു പോകാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും അത് ഹമാസിന് ഉന്മൂലനം ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. അതോടൊപ്പം ഈ റീബിൽഡുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവിടെയും രണ്ട് ചേരികൾ എന്ന നിലയിലാണല്ലോ. ഒന്ന് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന്, മറ്റൊന്ന് ഈജിപ്തിന്റെ ഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളൊക്കെ ഈ ഗസയുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്ന വിഷയങ്ങളുണ്ട്. അതിലൊക്കെ താങ്കളെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ എന്താണ്? ചർച്ചകൾ മാത്രമല്ലേ നടക്കുന്നുള്ളൂ. അതെ, അതുകൊണ്ട് ഇസ്രായേൽ എങ്ങനെ എടുക്കും എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പറയാൻ സാധിക്കുന്നില്ല. അതായത് ഈ ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്ത ശേഷം മാത്രമായിരിക്കും ഇത്തരം പ്രവൃത്തികളിലേക്ക് അടക്കം ആർക്കാണെങ്കിലും കടക്കാൻ പറ്റൂ. അങ്ങനെ ഒരു സാഹചര്യമാണോ പ്രതീക്ഷിക്കുന്നത്? അതെ, അതെ, പ്രതീക്ഷിക്കുന്നത്. യെസ്, ശ്രീ ഷാബു പ്രസാദ്, ഈ സൂചിപ്പിക്കുന്ന പോലെ ഇനിയിപ്പോൾ ഇതിൻ്റെ ഏതാണ്ട് ആണിക്കല്ലിളക്കുന്ന സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് താങ്കൾ ആവർത്തിച്ച് പറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഹമാസിനെ സൂചിപ്പിക്കുന്ന പോലെ ഏതാണ്ട് ഇല്ലായ്മ ചെയ്യുക തന്നെ ചെയ്യും. അതിനുശേഷമുള്ള ഒരു വിഷയം, അത് നമ്മൾ നേരത്തെ ഒരു ഘട്ടത്തിൽ ചർച്ച ചെയ്തതാണ്. അതിനും തുടക്കം കുറിച്ചത് ട്രംപ് തന്നെയായിരുന്നു, ഒരു റിയൽ എസ്റ്റേറ്റ് മാതൃകയുമായി ബന്ധപ്പെട്ട്. അവിടെയെങ്കിലും ഈ അറബ് രാജ്യങ്ങൾക്ക് വ്യത്യസ്തമായൊരു നിലപാടുണ്ടല്ലോ. അപ്പോൾ ഈ ഹമാസിനെ തീർത്തു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ പോലും ഈ വിഷയം അവസാനിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകുമോ? ഇവിടെ ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറഞ്ഞ 1-2 പോയിന്റുകൾ ഞാൻ ഒന്ന് മെൻഷൻ ചെയ്തോട്ടെ. അതായത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നശിപ്പിക്കാനുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ്, അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതെ, ഒരു സമയത്ത് അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ഇസ്രായേൽ ഉണ്ടായപ്പോൾ ഇവരെ ഇവിടെ നിന്ന് തീർത്ത് കളയാം എന്നൊരു ധാരണയൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിന്റെ ബലത്തിലാണ് ഇവർ 2-3 യുദ്ധങ്ങൾ ചെയ്തത്. ആ യുദ്ധങ്ങൾ അന്ന് ഇസ്രായേൽ അവരുടെ ശക്തിക്ക്, അറബികളുടെ സംയുക്ത ശക്തിക്ക് മുമ്പിൽ ഇസ്രായേൽ ഒന്നും അല്ലായിരുന്നു. പക്ഷേ മികച്ച തന്ത്രങ്ങൾ കൊണ്ടും ധീരത കൊണ്ടും ബുദ്ധി കൊണ്ടും അവർ അതിനെ മുഴുവനും അതിജീവിച്ചു. ഒരു കാര്യം ആലോചിക്കണം, ഈ ഇസ്രായേലിനെ ഭൂമണ്ഡലത്തിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 6 days വാർ ആരംഭിക്കുന്നത്. അതിന് തൊട്ടു മുമ്പ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ലോകം കണ്ടതാണത്. പിന്നീട് 3 യുദ്ധങ്ങളാണ് ഈ ഈജിപ്തും ഇവരും ജോർദാനും ഇവരെല്ലാരും കൂടി ഇസ്രായേലിന്റെ പേരിൽ നടത്തിയത്. നോക്കൂ, അതങ്ങോട്ട് കഴിഞ്ഞതിന് ശേഷം, ക്യാമ്പ് ഡേവിഡ് അക്കോർഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സൗഹൃദ രാജ്യങ്ങളാണ് ഒരു കാലത്ത് ഇസ്രായേലിനെ മുടിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ച ഈ ജോർദാനും ഈജിപ്തുമൊക്കെ. ഇസ്രായേലിന് ഏറ്റവും അധികം വാണിജ്യ ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണത്. അടുത്ത സുഹൃത്ത് രാജ്യങ്ങളാണ് അവര്, അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്. അതായത് അവർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല, ഈ അടുത്ത കാലത്ത് UAE ഇസ്രായേലുമായിട്ടുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. ഇസ്രായേലിലേക്ക് പോകുന്ന വിമാനങ്ങൾക്ക് സൗദിയുടെ മുകളിൽ കൂടെ ഉണ്ടായിരുന്ന നിരോധനം അവർ നീക്കി. ഇങ്ങനെ എല്ലാ അറബി രാജ്യങ്ങളും യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ തീവ്രവാദം കൊണ്ട് ആ കാലം കഴിഞ്ഞു എന്നുള്ളത് മനസ്സിലാക്കി അവിടെയാണ് ഈ ഹമാസിനെ അടിതെറ്റിയിരിക്കുന്നത്. കാര്യം ഇവർക്ക് ഒരിടത്തൊന്നും സപ്പോർട്ട് കിട്ടാനില്ല. ഇനി സപ്പോർട്ട് കിട്ടുകയുമില്ല. സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവർക്ക് നിലനിൽക്കാനും ആവില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, താലിബാൻ ആണല്ലോ ഇപ്പോഴും അവിടെ അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് എന്ന്. അത് ആ ജോ ബൈഡൻ എന്ന് പറഞ്ഞ ആ കിഴങ്ങേശ്വരന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണത്. അന്ന് അമേരിക്കൻ സൈന്യത്തെ ആ ഇടയ്ക്ക് വെച്ച് അവിടെ നിന്ന് പിൻവലിച്ചത് കൊണ്ട് മാത്രമാത്. ഇല്ലെങ്കിൽ അവിടെ കുറച്ചു കാലം കൂടെ അവിടെ നിന്നിരുന്നുവെങ്കിൽ അവരുടെ അവസാനം കണ്ടിട്ട് കഴിയുമായിരുന്നു. കാര്യം ഒരു കാര്യമുണ്ട്, ഇവർക്ക് ആയുധങ്ങൾ കിട്ടിയില്ല എന്ത് ചെയ്യുമെന്ന്. ആയുധങ്ങൾ കിട്ടാനും ഇവരുടെ സപ്ലൈ ലൈൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തീവ്രവാദി സംഘടന തീർന്നു. അവർക്ക് ശ്വാസം കരക്കി പിടിച്ചിട്ട് മീനിനെ പോലെ ആയി പോകുവര്. അത് പൂർണ്ണമാക്കാതെ ഇടയ്ക്ക് വെച്ച് നിർത്തിയതാണ് അതിൻ്റെ അകത്ത് ഈ അഫ്ഗാനിസ്ഥാനിലെ പ്രശ്നമായത്. പക്ഷെ താലിബാൻ പഴയ താലിബാൻ അല്ല എന്നുകൂടി നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കണം. പഴയ ആ മിലിറ്റന്റ് സ്വഭാവമൊക്കെ അവർക്ക് നന്നായിട്ട് മാറി. അവരും ഒരു പരിധിവരെ യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞു വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അങ്ങനെ മോശം വാർത്തകളൊന്നും അടുത്ത കാലത്ത് നമ്മൾ കേൾക്കുന്നില്ല. ഇന്ത്യയുമായി പോലും ബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നുണ്ട്.
അപ്പം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങൾ നടക്കും. ഇനി ഒരു പോസ്റ്റ് വാർ സിറ്റുവേഷൻ എന്തായിരിക്കും? ഇവരെ ഹമാസിനെ കംപ്ലീറ്റ് ഇല്ലാതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്നുള്ളതാണല്ലോ താങ്കളുടെ ചോദ്യം. സംശയമൊന്നും വേണ്ട, 100% സമാധാനപൂർണമായ ഒരു മധ്യേഷ്യയായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു. ഇസ്രായേൽ എന്നും പറയുന്നുണ്ട് ഈ ഇസ്രായേലിലെ തന്നെ 17% ജനസംഖ്യ അറബികളാണ്, മുസ്ലിങ്ങളാണ്. അവരവിടെ മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ട്. അഭിലാഷേ, പൗരബോധമുള്ള, രാഷ്ട്രഭക്തിയുള്ള, ദേശഭക്തിയുള്ള പൗരന്മാരായി, ഉത്തരവാദിത്തമുള്ള പൗരന്മാരായി മുസ്ലിങ്ങൾ ഈ ഇസ്രായേലിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ എന്നാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ, സമാധാനം, ഇപ്പൊ മോഹൻ വർഗീസ് സാർ പറഞ്ഞതുപോലെ ഒരിക്കലും ഇവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ സമാധാനം വന്നു കഴിഞ്ഞാൽ ഇവരില്ല. ഇനി ഒരു കാര്യം കൂടെ ആലോചിച്ച് നോക്കൂ. ഈ തീവ്രവാദി, ഇങ്ങനത്തെ ഭീകരവാദ സംഘടനകളുടെ നേതാക്കന്മാരുടെ ഒക്കെ ജീവിതം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. ഏറ്റവും ആഡംബരപൂർണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അവരുടെ മക്കളെ ഒന്നും തോക്കും ബോംബും ഒന്നും കൊടുത്ത് അവർ ഫീൽഡിലോട്ട് വിടുന്നില്ല. അവരുടെ മക്കൾ പഠിക്കുന്നത് ലോകത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികളിൽ, ഓസ്ട്രേലിയയില്, UK-ല്, അവിടെ ഇവിടെ ഇങ്ങനെയുള്ള ആംസ്റ്റർഡാമിലൊക്കെയുള്ള മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ആഡംബരപൂർണമായ വിദ്യാഭ്യാസവും ജീവിതവുമായിട്ട് കഴിയുകയാണ്. അവർക്കിത് ബിസിനസ്സാണ്. തീവ്രവാദം എന്ന് പറയുന്നത്, ഭീകരത എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും ലാഭകരമായ ഒരു ബിസിനസ്സാണ്. ഈ തീവ്രവാദ സംഘടന ഇവർക്ക് എങ്ങനെ പണം കിട്ടുന്നു എന്നുള്ളതാണ്. ഇവർ ഇപ്പം LTTE-യുടെ കേസൊക്കെ നമുക്കറിയാം. മയക്കുമരുന്ന് കച്ചവടമാണ് ഇവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗം. ഇവരുടെ നെറ്റ്വർക്കിൽ കൂടെയാണ് ഈ ലോകം മുഴുവനും മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത്. ഈ തീവ്രവാദ സംഘടനകളുടെ അടിവേരുകൾ അറത്താൻ, പൂർണ്ണമായും ഇല്ലാതാക്കി കഴിഞ്ഞാൽ ലോകത്തിന് പല രീതിയിലാണ് സമാധാനം ഉണ്ടാകുന്നത്. ഒന്ന് അക്രമം, മയക്കുമരുന്ന്, അങ്ങനെ പല മാനങ്ങളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഗത്തിനെ ഉന്മൂലനം ചെയ്യേണ്ടത് മാനവരാശിയുടെ തന്നെ നിലനിൽപ്പിനും ശോഭനമായ ഭാവിക്കും അത്യാവശ്യം. റൈറ്റ്. എന്താണ് എങ്കിലും ഹമാസിന്റെ അടിവേരറക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയായിരുന്നു ഇസ്രായേൽ തിരിച്ചടിച്ചു തുടങ്ങിയത്. അതിനിടെ സമാധാന ഉടമ്പടിയുമായി പോകുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു, അതും ഒരു തന്ത്രമായിരുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ അടക്കം ഈ ചർച്ചയിൽ ഉയർന്നു വരുന്ന ഘട്ടം ഉണ്ടായി. ഇപ്പോൾ ഇതാ അത്തരം സമാധാന ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. 200-ലേറെ മരണങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ അത് 400-ലധികം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഹമാസിന്റെ വേരറക്കുക എന്ന ആ നിലപാടുമായി തന്നെ ഇസ്രായേൽ മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി യുദ്ധം പുനരാരംഭിക്കുന്ന പശ്ചാത്തലമാണ് ഉള്ളത് എന്നാണ് നമ്മൾ പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. സ്പെഷ്യൽ ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.